ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. ഹലോ ഗൈസ്, ഹായ്, വെൽക്കം. നിങ്ങൾ ആദ്യം ശ്രീസ് പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ വി ഡിസ്കസ് ഐഡിയാസ്, തിയറീസ്, ചിലവർക്ക് കോൺട്രവേഴ്സി ആയിട്ടുള്ള ടോപ്പിക്സ്, പിന്നെ അബ്സേർഡ് ആയിട്ടുള്ള ഐഡിയാസ്. പക്ഷെ ഒരു കാര്യം പറയാൻ പറ്റും, ഞങ്ങളുടെ ഫാക്ച്വൽ റെപ്രസെന്റേഷൻ ആണ്. അത് മാത്രമല്ല, നിങ്ങൾ മെയിൻ സ്ട്രീം മീഡിയാസിൽ കാണിക്കാത്ത കാര്യങ്ങൾ നമ്മൾ തേടി പിടിച്ചുകൊണ്ട് വരും. അതിപ്പോൾ നമ്മൾ ഫസ്റ്റ് സെഗ്മെന്റ് ഒരു 10 മിനിറ്റ്സ് എപ്പോഴും ന്യൂസ് പോലെ ന്യൂസിൽ കാണിക്കാത്ത ന്യൂസുകളുണ്ടല്ലോ, ആ കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗുണപരമായ കാര്യങ്ങൾ നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ പറയും. സോ ആദ്യം തന്നെ നമുക്ക് ന്യൂസ് സെഗ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ബിഗ് താങ്ക്സ് ടു എവരിബഡി. ഞങ്ങൾ ഇന്ന് രാവിലെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ലൈക്ക് 9,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സൂൺ 10,000 ആവും, സൂൺ 20,000 ആവും, സൂൺ അത് കൂടിക്കൊണ്ടിരിക്കും. ദാറ്റ് ഐ നോ. പിന്നെ ഗൈസ്, ന്യൂസിനെ കുറിച്ച് വേറെ 2-3 പേര് പറഞ്ഞു, ന്യൂസ് മാത്രം കാണുന്ന ചില ഓഡിയൻസ് ഉണ്ട്, അവരും വെരി ഗുഡ്. അതേപോലെ മെയിൻ സ്ട്രീം എസ്പെഷ്യലി കേരളത്തിലെ മീഡിയ നിങ്ങളെ കാണിക്കാത്ത സാധനങ്ങളായിരിക്കും നിങ്ങൾ കാണുന്നത്. അത് ഒരു സൈഡഡ് ആയിരുന്നല്ല, കേരളത്തിലെ മീഡിയ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന സാധനങ്ങളായിരിക്കും ഞങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് മണിപ്പൂരിൽ നിന്ന് തുടങ്ങാം ന്യൂസ് സെഗ്മെന്റ്. മണിപ്പൂരിൽ ടിയർ ഗ്യാസും ഒക്കെ പോലീസ് ഫോഴ്സും മിലിറ്ററി എല്ലാം ഉപയോഗിക്കുക. കാരണം അവിടെ റീസെന്റ് 2 ബ്ലാസ്റ്റ് നടന്നു. പൊളിറ്റിക്കൽ എന്ന് വേണം പറയാൻ. പൊളിറ്റിക്കലും ട്രൈബലും എന്താ പറയുന്നത്, നമ്മളുടെ ഇപ്പം ആദിവാസികൾ അല്ലെങ്കിൽ വേറെ ജാതിതരമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെന്നാണ് നമ്മളോട് പറയുന്നത്. പക്ഷെ ഇറ്റ് ഈസ് പ്യുവർലി പൊളിറ്റിക്കൽ. അതെ. ഈ രാജാക്കന്മാരും പ്രജകളെ വിട്ട് യുദ്ധം ജയിച്ച് കൊല്ലുമല്ലോ, അത് തന്നെയാണ് അവിടെ നടക്കുന്നത്. അവിടെ മിലിറ്ററി ബ്ലോക്കേഡ്സ് വരുന്നുണ്ടായി. മിലിറ്ററി ബ്ലോക്കേഡ്സ്, പിന്നെ മിലിറ്ററിക്ക് ഓരോ സ്പെസിഫിക് ഏരിയയിൽ ആക്സസ് കൊടുക്കുന്നില്ല. അവരവിടെ മറ്റേ വിമൻ കാർഡ് ഉപയോഗിച്ച് മിലിറ്ററിനെ ഒരുപാട് സ്ഥലത്ത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു വീഡിയോ ഉണ്ട്, മിലിറ്ററി ട്രക്ക് ഇടിച്ച് കയറ്റുന്നത്. അത് ഞാൻ കണ്ടു. കാരണം നമുക്ക് ഇപ്പോ എന്താ പറയാ, ഈ ജാതിപരമായി ഞാൻ പറയല്ല, പക്ഷെ എക്കണോമിക്കലി എന്താ പറയാ, ഭയങ്കര സൗണ്ടായിട്ടില്ലാത്ത കമ്മ്യൂണിറ്റീസിനെ ഈ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും, BJP ആയാലും TMC ആയാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയാലും ഈ LDF ആയാലും ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെക്കടയിൽ കിടക്കുന്ന, എന്താ പറയുക, എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന കുടുംബങ്ങളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം ടാർഗറ്റ് ചെയ്യുന്നവരുടെ മക്കളെയും ഈ നേതാക്കന്മാരുടെ മക്കളും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഹെൽത്ത് സിസ്റ്റം നമ്മുടെ കേരളത്തിലാണെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത്. പുള്ളി ചികിത്സിക്കാൻ അമേരിക്കയിൽ പോകും. ലോകത്തിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് കേരളത്തിൽ നിന്നാണ് പറയുന്നത്. പുള്ളിയുടെ കുടുംബത്തിലൊക്കെ ഉള്ള എല്ലാവരെയും വെളിയിലൊക്കെ വിട്ട് പഠിപ്പിക്കും. പുള്ളിയുടെ കാര്യം മാത്രമല്ല, നമ്മളുടെ BJP ആയാലും കോൺഗ്രസ് ആയാലും എല്ലാവരുടെയും മക്കൾ പഠിക്കുന്നത് വെളിയിലാണ്, എല്ലാവരുടെയും ട്രീറ്റ്മെന്റ് വെളിയിലാണ്. നമ്മൾ ഈ ഓടെ കിടക്കുന്നവന്മാർക്ക് ഗവൺമെന്റ് സ്കൂളും ഇവൻ കോളേജിലൊക്കെ പഠിക്കുന്ന അവൻ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എഴുതാൻ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നു, ചൂടെടുത്തിട്ട്. തോക്കുന്നേ കുഴപ്പമില്ല, ലൈക്ക് പീപ്പിൾ ആർ ഫെയിന്റിങ്, തല ഇറങ്ങി വീഴുക. അപ്പോൾ അങ്ങനെയുള്ള വലിയ ഹൈ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡിലാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ എന്റെ കാര്യം പറഞ്ഞ, ഞാൻ പഠിക്കുന്ന കോളേജിൽ നിന്ന് അമ്മ സത്യമായിട്ട് എനിക്ക് എക്സാം എഴുതാൻ അറിയാം. പക്ഷെ എക്സാം ഉത്തരമൊക്കെ എനിക്കറിയാം, പക്ഷെ എനിക്ക് എഴുതാൻ ആ വെയിലത്തിരുന്ന് വിയർത്ത് ഒഴുകുന്ന കാരണം ഞാൻ ഇട്ടിട്ട് വന്നു. അത് ഞാൻ മാത്രമല്ല ഇട്ടിട്ട് വന്നത്, ഇഷ്ടം പോലെ പേര് ഇട്ടിട്ട്. സോ ഗൈസ്, നെക്സ്റ്റ് ന്യൂസ് സെഗ്മെന്റിലേക്ക് പോകാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഒരു മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഒരു പ്രൗഡ് മൂവ്മെന്റ്. സംഭവം എന്ന് വെച്ചാൽ ലൈറ്റ് മെഷീൻ ഗൺ, LMGs വാർഫെയർ ഫ്രണ്ട്സിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ വട്ടം ഇസ്രായേലി വെപ്പൻസ് ഇൻഡസ്ട്രീസും അദാനി ഡിഫൻസും കൂടെ കിടിലം LMG എനിക്ക് കണ്ടപ്പോ തന്നെ ഇഷ്ടമായി. എന്ന് പറഞ്ഞാൽ HMG അല്ലെങ്കിൽ മെഷീൻ ഗൺസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വലിയ ഗൺ, ഇവന്റെ അത്രയോ ഒക്കെ കാണും. അത് എവിടെയെങ്കിലും കൊണ്ടുവച്ച് ഫിക്സ് ചെയ്ത് ഒരാൾ ഓപ്പറേറ്റ് ചെയ്യുന്നു, വേറെ ആൾ ലോഡ് ചെയ്യുന്നു, ഫിക്സ് ചെയ്ത് വെച്ച് അടിക്കുകയാണ്. അപ്പോൾ അതിന് ഭയങ്കരമായിട്ട് ഫയർ പവർ കൂടുതലാണ്. ഇപ്പം ഒരു 50 പേര് വരുവാണെങ്കിൽ 50 പേരെയും വെടിവെച്ച് കൊല്ലാൻ ഇത് മതി. ശത്രുക്കൾ വരുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്യാം. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് എവിടെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എടുത്തുകൊണ്ട് പോകാനും ഓടാനും ഒന്നും പറ്റത്തില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ LMG എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഈ മെഷീൻ ഗണ്ണ് പോലെ ഫയർ പവർ ഉണ്ട്, റീലോഡ് ചെയ്യാൻ പറ്റും, വലിയ ഉണ്ടകൾ വെടിവെക്കാൻ പറ്റും, അതെല്ലാം പറ്റും. അതേസമയം ഒരാൾക്ക് അത് എടുത്തുകൊണ്ട് ഓടാനും പറ്റും. മനസ്സിലായോ? അനങ്ങിക്കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് മാറാം, അല്ലെങ്കിൽ 5 വെടി വെച്ചിട്ട് ഇറങ്ങി ഓടാം, തോക്കും കൊണ്ടോടാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയും ഇസ്രായേലും കൂടി ചേർന്നൊരു ഡിഫൻസ് പാക്റ്റിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരിട്ട് പ്രഹർ. ഓക്കെ, അത് അടിപൊളിയായിരുന്നു സംഭവം. പിന്നെ അടുത്ത സാധനം എന്ന് വെച്ചാൽ, ബീഹാറില്
വോട്ട് ചോറി എന്നൊക്കെ പറഞ്ഞ സാധനം ഇച്ചിരി തൂക്കിയിട്ടുണ്ട്. ഗൈസ് പറയുമ്പോ ഫാക്ച്വൽ ആയിട്ട് പറയണമല്ലോ, കണക്കനുസരിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത് ട്രിഗർ ആവുന്നെങ്കിൽ നിങ്ങൾക്ക് പോയി കണക്ക് നോക്കാം. 13.25 ലക്ഷം വോട്ട് ചോറി തൂക്കി. അതെ, അത് വോട്ട് ചോറിന്ന് എതിരെ ക്യാമ്പയിൻ നടത്തിയ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസിന് എതിരെയാണ് തൂക്കിയത്. TMC ആൻഡ് കോൺഗ്രസ് അലയൻസിന് 13.25 ലക്ഷം ഫേക്ക് വോട്ടുകൾ ഈ ഇലക്ഷന് തൂക്കി. 13 ലക്ഷം, 13 പേരല്ല ഗൈസ്, 13.2 ലാക്സ് ആളുകളുടെ ഫേക്ക് വോട്ടുകൾ തൂക്കി. അപ്പോൾ വോട്ട് ചോരിയും കൂട്ടോരിയും ഒക്കെ എല്ലായിടത്തിനും വിനയാവുകയാണ്. അങ്ങനെ പറഞ്ഞോണ്ട് പോവാം. അപ്പം അടുത്തത് പറഞ്ഞോ. സംഭവം എന്ന് വെച്ചാൽ UP-ല് 2 ISIS ആക്റ്റീവായിട്ട് ബോംബ് മാനുഫാക്ചറിങ് ഒക്കെ ചെയ്യുന്ന 2 പയ്യന്മാരെ തൂക്കിയിട്ടുണ്ട്. അവന്മാര് ATS ആന്റി ടെറർ സ്ക്വാഡാണ് തൂക്കിയത്. ഫർദർ ക്വസ്റ്റ്യനിങ്ങിനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ആസ് ഓഫ് റൈറ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് ദേ വേർ പ്ലാനിങ് സംതിങ് ബിഗ്. അതെ, വലുതെന്തോ പ്ലാൻ ചെയ്തുകൊണ്ട് വരുന്ന ഒരു നെറ്റ്വർക്കിന്റെ രീതിയിലാണ് ഇവന്മാരെ പൊക്കിയത്. അതുപോലെ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഈ ന്യൂസ് നോക്കാൻ വേണ്ടി ഞാനും ഇവന് ആഴ്ചയിൽ ഇതുപോലെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ആന്റി ടെററിസ്റ്റ് കോഡ് പൊക്കുന്നതും ഈ ISIS-നെ ഇന്ത്യയിൽ നിന്ന് പൊക്കുന്നതും ഞങ്ങൾ ഒരു 15 ന്യൂസിൽ നിന്ന് ഒരെണ്ണം ഫിൽട്ടർ ചെയ്താണ് എടുക്കുന്നത്. മനസ്സിലായോ? ഒരാഴ്ച ഒരു 10 പേരെ 5 പേരെ വീതം തൂക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്നായാലും പൊട്ടും. നമുക്ക് എത്ര നാൾ പിടിച്ചു നിർത്താൻ പറ്റും? ഈ 15 പേരെ ഒരു മാസം പൊക്കുന്നത് ഒരു ന്യൂസ് ചാനലും കാണുന്നില്ല, നിങ്ങളെ ആരും കാട്ടുന്നില്ല. എന്നിട്ട് ഈ ഒരു വർഷം 700 പേരെ പിടിച്ചിട്ട് 701ാമത്തെ പൊട്ടിക്കുമ്പോൾ സെക്യൂരിറ്റി പ്രശ്നം, ഇന്ത്യയുടെ ഇന്റലിജൻസ് എവിടെ ആയിരുന്നു, ഇന്ത്യയുടെ ഡിഫൻസ് പാളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കൊടി പിടിക്കുന്നവന്മാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർ പക്ഷേ ഒരിക്കലും ഇത് നിങ്ങളോട് പറയത്തില്ല. ഈ കഴിഞ്ഞ 2 ആഴ്ച നിങ്ങൾ എടുത്തു നോക്കിയിട്ട് എത്ര പേരെ ആന്റി ടെററിസ്റ്റ് കോഡ് ISIS-ന്ന് ഇന്ത്യക്കകത്ത് പൊക്കിയെന്ന് നോക്കുക. ഈ കഴിഞ്ഞ ഒരൊറ്റ മാസം ഇറ്റ് ഈസ് എബൌട്ട് 20 എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ വേറെ ടീമുകളായിട്ട്. അതുപോലെ തന്നെ TMC-ൽ ഒരു എന്താ പറയുന്നത്, ഒരു ലോക്കൽ നേതാവിൻ്റെ ഹീസ് MLA ആണോ MLA-യുടെ അസിസ്റ്റൻറ്റോ സെക്രട്ടറിയോ അങ്ങനെ എന്തോ ആണ് പേര്, ഞാൻ മറന്നു, ഇപ്പോൾ ഫോട്ടോ കൊടുത്തേക്കാം. പുള്ളിയുടെ വീട്ടിൽ നിന്ന് 500 ബോംബാണ് തൂക്കിയത്. 500 ബോംബ് ഗൈസ്. ഇതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ. ഇലക്ഷൻ കമ്മീഷന്റെ ഇതിൽ നിൽക്കുന്ന ഒരാളുടെ വീട്ടിൽ നിന്ന് ബോംബ് തൂക്കുക കുഴിച്ചിട്ട രീതിയിൽ. മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ കേരളമല്ല ഇന്ത്യ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പോലെ 2.5 പോപ്പുലേഷൻ മാത്രമുള്ള ഇന്ത്യയിലെ ഭാരതത്തിന്റെ 2% മാത്രമാണ് കേരളം. കേരളത്തിനെ പറ്റിയൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്തവരാ ബാക്കി 98-90% പേരും. മനസ്സിലായോ? അപ്പം നമ്മളെ രാജ്യത്തിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, എനിക്കും ഐഡിയ ഇല്ല. ഐ അക്സെപ്റ്റ്. പക്ഷെ ഞാനത് അക്സെപ്റ്റ് ചെയ്ത് പഠിക്കാൻ തയ്യാറാവുന്നു. നിങ്ങളതിന് തയ്യാറാവണം. ഇല്ലെങ്കിൽ നമ്മളെ ഒട്ടക്കണത്തിൽ കിടക്കുന്ന ആളുകളെന്ന് അവർ പറയുന്നത് വെറുതെ അല്ല, അത് ശരിയാണ് ഒരു രീതിയിൽ. സോ നെക്സ്റ്റ് എന്നിട്ട് അടുത്ത ഇത് എവിടെയാണ് നടന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. UP-യിലോ എന്തോ ആണെന്ന് തോന്നുന്നു. UP-യിലല്ല, ബീഹാറിലോ അവിടെ എവിടെയോ 2 പേര് എന്തോ ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്തെങ്ങാണ്ട് വന്നിട്ട് എന്തോ വാക്ക് തർക്കമായി. നീ ഇവിടെ ഉള്ളവനല്ല, നീ രാജ്യത്തുനിന്ന് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് കലീമ എന്ന് പറഞ്ഞൊരു സാധനം ചൊല്ലാൻ പറഞ്ഞു. കലീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല, അത് ഇസ്ലാമിക സംഭവം എന്തോ ആണ്. എന്ന് പറഞ്ഞാൽ ഈ കലീമ ചൊല്ലാൻ പറഞ്ഞിട്ടാണ് പെഹൽഗാമിന് ആളുകളെ കൊന്നത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മറ്റേ ജയ് ശ്രീരാം പറയുന്ന പോലെ മുസ്ലിംസിന്റെ ആണെന്ന് തോന്നുന്നു. അല്ലാത്ത ആണെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ പറഞ്ഞു തരിക ഞങ്ങൾക്ക്. അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യാൻ പോയില്ല. അപ്പോൾ പെഹൽഗാമിനെ പോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് 2 പേരോട് കലീമ ചൊല്ലാൻ ആളുകൾ പറഞ്ഞു, ടെററിസ്റ്റുകൾ പറഞ്ഞു. എന്നിട്ട് കലീമ ചൊല്ലിയില്ല ആളുകൾ. ചൊല്ലാത്ത 2 പേരെ കുത്തി, അതിനകത്ത് ഒരാൾ മരിച്ചെന്ന് തോന്നുന്നു, മറ്റേ ആൾ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നു. ലൈക്ക് ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു മതത്തിൻ്റെ ഇത് വിശ്വസിച്ചില്ല എങ്കിൽ എനിക്ക് കുത്താം. ലൈക്ക് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഫാക്ട് ചെക്ക് ചെയ്യുക. ഇതെന്താ നടക്കുന്നത്, ഇത് ഇങ്ങോട്ട് വരുമോ അതോ ഇവിടെ ഇപ്പോൾ ഉണ്ടോ, ഇതൊക്കെ നോക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ഫ്രം എന്താ പറയാ ന്യൂ സെഗ്മെന്റ്. വാട്ട് ഡു യു ഹാവ്? ഇന്ന് എന്താണ് പപ്പു സാറിന് പ്രസന്റ് ചെയ്യാനുള്ളത്? ഇന്ന് നമുക്ക് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഒരു എന്താ പറയണേ, എല്ലാവർക്കും ഗുണമുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് നമ്മൾ ടോപ്പിക്ക് എടുത്തേക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഈ എപ്പിസോഡിൽ നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞു. ഈ എപ്പിസോഡിൽ നമ്മൾ നിങ്ങളെ
ഒരു മാപ്പ്, ഒരു ഹിഡൻ മാപ്പിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഒരു മാപ്പ് ഓഫ് ശംബാലയാണോ? മാപ്പ് ഓഫ് ശംബാല അല്ല, ഒരു ഹിഡൻ മാപ്പ്. ഹിഡൻ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ ഓർഗനൈസേഷൻസിനും ഇതിനെ മറക്കണം, ലോകത്തിലെ എല്ലാ ഗവൺമെന്റ്സിനും ഇതിനെ മറക്കണം, ലോകത്തിലെ എല്ലാ ന്യൂ റിലീജിയൻസിനും ഇതിനെ ഇല്ലാതാക്കണം. സോ അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇത് ഏത് മാപ്പ്, ഇത് എവിടത്തേക്കുള്ള മാപ്പാണ്, ഇത് മറ്റേ അറ്റ്ലാന്റിസിലെ മാപ്പാണോ, വേറെ ഏതെങ്കിലും മാപ്പാണോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കും. അപ്പോൾ എവിടെയാണ് ഈ മാപ്പ് എന്നുള്ളതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ, ഈ മാപ്പാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കൂടെ കാണുന്ന ഞാനും ഇവനും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ണാടി പോയി നോക്കിയാൽ നിങ്ങളും. പക്ഷേ നിങ്ങൾ കണ്ണുകൊണ്ട് നോക്കിയാൽ ഈ മാപ്പിനെ കാണാൻ പറ്റത്തില്ല. നിങ്ങൾ കണ്ണുകൊണ്ട് നോക്കിയാൽ ഈ മാപ്പിനെ കാണാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു മാപ്പിനെ പറ്റിയാണ് പറയുന്നത്. ഈ മാപ്പ് നിങ്ങളുടെ ശരീരത്തിനുള്ളിലാണ്, നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള ഒരു മാപ്പിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ആർക്കും ഇത് അറിയത്തില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഞങ്ങളിത് പറഞ്ഞുതരാം. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ മാപ്പ് എന്തിനെ പറ്റിയുള്ള മാപ്പാണ്. ഞാൻ ഈ മാപ്പ് എന്ന് പറയുമ്പോൾ ഇത് എന്തിനെ പറ്റിയുള്ള മാപ്പാണ്, ഇത് നമ്മളുടെ ശരീരത്തിൽ എവിടെയാണുള്ളത്, അഥവാ ഇത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞാലും ഇത് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻറ്റ്, വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻ്റ് എന്ന ചോദ്യവും, അതിലുപരി തന്നെ വേറൊരു ചോദ്യം കൂടെ ചോദിക്കണം, ഇത് എന്തുകൊണ്ടാണ് ആളുകൾ മറയ്ക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനൊരു മാപ്പ് ഉണ്ടെങ്കിൽ ഓക്കെ, അവിടെ ഇരുന്നോട്ടെ, പക്ഷെ എന്തുകൊണ്ട് ആളുകൾ മറയ്ക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയണം. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ഇൻഫർമേഷൻസ് എടുക്കുന്നതെല്ലാം ഏൻഷ്യൻ വേദാസിൽ നിന്നും, അല്ലെങ്കിൽ ജാപ്പനീസ് മിത്തുകളിൽ നിന്നും, ഈജിപ്ഷ്യൻ ഫാരോസിൻ്റെ കഥകളിൽ നിന്നും, സുമേരിയൻ ഗോഡ്സിൻ്റെ കഥകളിൽ നിന്നും, ഹീബ്രു ബൈബിളിൽ നിന്നും, ചൈനീസ് മാസ്റ്റേഴ്സിൻ്റെ കഥകളിൽ നിന്നും ഒക്കെ എല്ലാം കമ്പയർ ചെയ്തിട്ട് ഒരു അടിപൊളിയായിട്ടുള്ളൊരു എപ്പിസോഡായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, ഈ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആളുകൾ ആയിരക്കണക്കിന് വർഷങ്ങളുടെ PR പ്രോജക്റ്റായിട്ട് മറച്ചു കളഞ്ഞ കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോകത്തിൽ നിന്ന് ഇല്ലാതാവണം എന്ന് ലോകത്തിലെ വലിയ വലിയ ഓർഗനൈസേഷൻസിന് നിർബന്ധമുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത്, എന്നാൽ പിന്നെ നമുക്കത് പബ്ലിഷ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞങ്ങളത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുകയാണ്. അപ്പോൾ ഒരു സേക്രഡ് സിസ്റ്റത്തിനെ പറ്റിയുള്ളൊരു മാപ്പാണ് നമ്മുടെ ബോഡിയിലുള്ളത്. സിസ്റ്റം എന്ന് പറയുമ്പോൾ കുറച്ച് എനർജി സെൻറ്റേഴ്സ്, ഇപ്പോൾ നമ്മളിപ്പം ട്രിവാൻഡ്രം നോക്കിയാൽ, ട്രിവാൻഡ്രത്തെ നമ്മൾ എനർജി സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞ് നോക്കിയാൽ പെട്രോൾ പമ്പ്സിനെ നമുക്ക് നോക്കാൻ പറ്റും, അല്ലെങ്കിൽ വലിയ വലിയ വേറെ എന്തെങ്കിലും കാര്യങ്ങളെ നോക്കാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനർജി സപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ വണ്ടികളുടെ മൂവ്മെൻറ്റ്, ആളുകളുടെ മൂവ്മെൻറ്റ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന എനർജി സെൻറ്റേഴ്സിനെ പറ്റി പറയുന്ന പോലെ തന്നെ നമ്മളുടെ ശരീരത്തിലും ഇതുപോലെ എനർജി സെൻറ്റേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ എനർജി സെൻറ്റേഴ്സ് എന്തൊക്കെയാണ് നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. നമ്മൾ എന്തൊക്കെ ചിന്തിക്കുന്നു, നമുക്ക് എന്തൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും, നമ്മളുടെ തോട്ട്സ്, നമ്മളുടെ ഇമോഷൻസ്, അത് മാത്രമല്ല നമ്മളുടെ നിയോഗം അല്ലെങ്കിൽ നമ്മളുടെ ഡെസ്റ്റിനി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മാപ്പിനെ പറ്റിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഉപനിഷത്തുകൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ആ ഉപനിഷത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം ഈസ് ടു പവർഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർ കൂടിയൊരു സിസ്റ്റമാണ്. എന്ന് മാത്രമല്ല, ഇതിനെ നമ്മൾ കറക്റ്റാക്കി മനസ്സിലാക്കിയാൽ, ഇതിനെ നമ്മൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത കുറച്ച് അബിലിറ്റീസ് നമുക്ക് വന്നു ചേരും. അബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ വിചാരിക്കും നമുക്ക് സൂപ്പർമാനെ പോലെ പറക്കാൻ പറ്റും, കൈ കൂടെ തീ വിടാൻ പറ്റും, കണ്ണിൽ കൂടെ ലേസർ വിടാൻ പറ്റും. അങ്ങനല്ല. ഇതിൽ കൂടെ വരുന്ന അബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ആയിട്ട് പറഞ്ഞു പോവാം, എന്നാലും ചില ബേസിക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സഫറിങ്ങിൽ നിന്ന് ഫ്രീ ആവും, ഒരു കോസ്മിക് കോൺഷ്യസ്നെസ്സുമായിട്ട് കണക്റ്റ് ആവും. ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ എന്തിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നതെന്ന് ചിലവർക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാത്തതെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കോൺഷ്യസ്നെസ് കണക്റ്റ് ആവും, സഫറിങ് ലോസ് ആവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല, ഇത് എന്ത് ചക്കയാന്ന് പറയും. അപ്പോൾ എല്ലാ വട്ടവും പറയുന്ന പോലെ നമ്മൾ സ്റ്റെപ്പായിട്ട് കൊണ്ടുപോകും ഈ പോഡ്കാസ്റ്റ്. അപ്പോൾ നമുക്ക് തുടക്കത്തിനെ പറ്റി ഒന്ന് നോക്കാം. ഈ ഒരു മാപ്പിൻ്റെ ഉത്ഭവം എവിടുന്നാന്ന് നോക്കിയാൽ, നമുക്ക് ഈ ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ 3000 7,000 10,000 നമുക്ക് കറക്റ്റ് ഇത് എത്രയാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഏറ്റവും അവസാനമായിട്ട് ഇത് ഇങ്കിൽ എഴുതി വെച്ചേക്കുന്നത് ഈ 3000 years old. അത് എവിടുന്നാണ് വന്നതെന്നോ അത് എവിടുന്നാണ് വന്നതെന്നോ നമുക്കറിയത്തില്ല. അപ്പം ഈ 3000 അല്ലെങ്കിൽ 13,000 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള സാധനങ്ങൾ, മിസ്റ്റിക്സും യോഗീസും ഋഷീസും എല്ലാം ഒരു സിസ്റ്റത്തിനെ പറ്റി പറയുന്നുണ്ട്. അവർ പറയുന്നത് എനർജി സിസ്റ്റം എന്നാണ്. ആ എനർജി സിസ്റ്റത്തിനെ നമ്മളുടെ ഭാരതത്തിൽ അല്ലെങ്കിൽ വേദത്തിൽ പറയുന്നത് ചക്രാസ് എന്നാണ്. ചക്ര സിസ്റ്റം അല്ലെങ്കിൽ ചക്ര നെറ്റ്വർക്ക്. ചക്രം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? സ്പൈറൽ അല്ലെങ്കിൽ ഒരു വീല് പോലുള്ളൊരു
ഒരു സാധനമാണ് പറയുന്നത്. അപ്പം ഈ ചക്രാസ് എന്ന് പറയുന്നത് എനർജിയുടെ വീല് പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ ബോഡിയിൽ എങ്ങോട്ട് എവിടുന്ന് എനർജി പോകണം, എവിടുന്ന് എങ്ങോട്ട് എനർജി പോവണ്ട. എനിക്കിപ്പം കൈ അനക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ തോട്ട് മാത്രമേ ഞാൻ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. തോട്ട് കൊടുക്കുമ്പോൾ തന്നെ എവിടുന്നോ കുറച്ച് എനർജി വന്ന് ഈ കൈ ഇങ്ങനെ അങ്ങ് പൊങ്ങുക. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റത്തിനെ നമുക്ക് എനർജി സിസ്റ്റം അല്ലെങ്കിൽ ചക്ര സിസ്റ്റംസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ ചക്ര സിസ്റ്റത്തിലൂടെ ഓടുന്നത് രക്തമോ അല്ലെങ്കിൽ ബ്ലഡോ അല്ലെങ്കിൽ WBCയോ നെർവോ ഒന്നുമല്ല. ഇതിലൂടെ ഓടുന്ന സാധനത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു തരാം. ലൈഫ് ഫോഴ്സ് ആണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജീവന്റെ ഫോഴ്സ് ആണ് പോകുന്നത്. അതിന് ജീവാംശു ആണ് പോകുന്നത്. അതിനെ നമ്മളുടെ മിത്തോളജിയിൽ ഒരു പേരും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾക്ക് പറഞ്ഞു പോവാം. പ്രാണ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. പക്ഷേ ഇതിന് ഈ നോളജ് നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ പലതും മുക്കാലും എല്ലാം ഡിലീറ്റഡ് ആണ്. ഡിലീറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻവേഷനും എല്ലാ ഇതും വന്ന് ഈ വേദാസ് വന്ന് നശിപ്പിക്കുക, പോവുക. ഈ ലൈബ്രറീസ് തീയിടുക, പോവുക. ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വൃത്തികേടാക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കത്തില്ല. അത് മാത്രമല്ല, നമുക്ക് ഇതിനെപ്പറ്റി ലിമിറ്റഡ് ഇൻഫർമേഷൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അതിപ്പം കൂടി കൂടുതൽ ആളുകൾ ഇതിനെ വെളിയിൽ കൊണ്ടുവരുന്നത് കൊണ്ട്, ഞങ്ങളെ പോലുള്ള ആളുകളും വലിയ വലിയ ആളുകളും വെളിയിൽ കൊണ്ടുവരുന്നത് കൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി അറിയാനും കൂടുതൽ സംസാരിക്കാനും പറ്റുന്നു. അപ്പോൾ ഈ ലിമിറ്റഡ് ആയിരിക്കുന്നെന്ന് പറയുന്ന പോലെ പല സാധനങ്ങളിലും തെറ്റായിട്ടും കള്ളത്തരമൊക്കെ ആയിട്ടും വെളിയിൽ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ കള്ളത്തരമായിട്ട് വെളിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ മോഡേൺ സ്പിരിച്വാലിസ്റ്റുകളാണ്. ഈ ആൾദൈവങ്ങളുണ്ടല്ലോ, ഈ ആൾദൈവങ്ങൾ ഈ സാധനങ്ങളെല്ലാം എടുത്തിട്ട് കോഴ്സാക്കി അവയെ വിൽക്കുക. ഓൺലൈൻ കോഴ്സ്, ഓഫ്ലൈൻ കോഴ്സ്, 30 ദിവസത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ അവേക്കനിങ്, സ്പിരിച്വൽ അവേക്കനിങ്, കുണ്ടലിനി അവേക്കനിങ്ങിന് കോഴ്സ് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടഡ് കോഴ്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് 3rd eye അവേക്കൻ ചെയ്തു തരാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വട്ട ബുൾഷിറ്റുകളാണ് ഈ നാട്ടിൽ നടക്കുന്നത്. എന്നിട്ടോ ഇവർ വലിയ വലിയ രീതിയിൽ കാശും ഉണ്ടാക്കുന്നുണ്ട്. ഇതിലൊക്കെ ഭയങ്കര ആളുകളും ചെന്ന് വിടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു എന്തെങ്കിലുമൊക്കെ ചെറിയൊരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടി വെറുതെ ഇരിക്കുന്ന ഒരാളോട് ഇന്ന് നിന്റെ തൃക്കണ്ണ് തുറന്നു തരാൻ, നീ 1 ലക്ഷം രൂപ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ കൊടുത്തു പോവായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ ഈ എല്ലാ നോളജും കൊമേഴ്ഷ്യലൈസ് ആയി. അത് മാത്രമല്ല, ഇപ്പം ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ അടുത്ത് നമ്മളിത് പോയി സംസാരിക്കുകയാണെങ്കിൽ, ഒരു ഗുരുവിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ 5-10 മിനിറ്റ് നിങ്ങൾക്ക് ഇതിനു വേണ്ടി ക്ലാസ് എടുത്ത് തന്നിട്ട് അവർ പിന്നെ ഇതിനെ അപ്പം ഇതെല്ലാം കൊമേഴ്ഷ്യലൈസ് ആയിപ്പോയി. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ഇതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ അയാൾ ഒരു 5-10 മിനിറ്റ് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് പിന്നെ അതിനെ എൻ്റെ ക്ലാസ് ജോയിൻ ചെയ്യൂ, ബാക്കി നമുക്ക് അവിടുന്ന് ചെയ്യാം എന്ന് പറഞ്ഞാൽ മറ്റേ ആൻഡ്രൂ ടേറ്റും ഇവരൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുറച്ചും കൂടെ സ്പിരിച്വൽ ആയിട്ട് പറയും. നീ അവിടെ വാ, അവിടെ വന്ന് നിന്നെ ഞാനൊന്ന് പഠിക്കട്ടെ, അവിടെ ചെന്നിട്ട് കയറണമെങ്കിൽ 30,000 രൂപ കൊടുക്കണം. അതാണ് സെറ്റപ്പ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടു. 79,999 രൂപയ്ക്ക് ഇനിഷ്യേഷൻ പ്രോഗ്രാം നിങ്ങൾ ദൈവമാക്കി തരും. ഇനിയും 1,45,000 രൂപയുടെ വേറെ പാക്കേജ് ഉണ്ട്. 1 month പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3rd eye പ്ലസ് ദൈവം. ഇതുപോലൊക്കെ ഉള്ള ബുൾഷിറ്റുകൾ ഇവിടെ നടക്കുന്നുണ്ട്. എന്നിട്ട് ഈ കളവന്മാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആളുകളെ ആശ്രമമാണെന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിലൊക്കെ കൊണ്ടുപോയി ഹട്ടിനകത്ത് ഇട്ടിട്ട് സൈക്കഡെലിക്സും കഞ്ചാവും കലക്കി കൊടുക്കും. എന്നിട്ട് രാത്രി പിടിക്കാൻ ചെല്ലും. പെണ്ണുങ്ങളെ പിടിക്കുക, പീഡിപ്പിക്കുക, എന്നിട്ട് ദേഹത്ത് കയറി പിടിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്നത്. ഈ ഇത് ചെയ്താലേ ഇത് ഉണരൂ, മറ്റേ ചെയ്താലേ മറ്റേ ഉണരൂ എന്നൊക്കെ പറഞ്ഞ് പല വൃത്തികേടുകളും നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ നാറികളുടെ കയ്യിലാണ് ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്കും ഇതിൻ്റെ പുറകെയൊക്കെ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ എപ്പിസോഡ് ഒന്ന് കേൾക്കുക. ഇതെന്താണെന്ന് ജസ്റ്റ് നിങ്ങൾ നാളെ രാവിലെ കുണ്ടലിനി ഉണർത്തുമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് കേൾക്കുക. ഇത് അറിഞ്ഞാൽ മതി. മാത്രമല്ല ഇത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇത് കേട്ടതിന് ശേഷം തീരുമാനിക്കാം. അപ്പോൾ ഈ ഡീകോഡിങ് നമ്മൾ നടക്കുന്നതെന്ന് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, ഈ കുണ്ടലിനി അല്ലെങ്കിൽ ഈ ചക്രാസ് നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, നമ്മളുടെ റിയൽ ലൈഫിനെ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നാണ് നമുക്കറിയേണ്ടത്. ഞാനിവിടെ വന്നിട്ട് നമ്മുടെ നാഡീ ഞരമ്പുകൾക്ക് മറ്റേത് വരുന്നു, സുഷുമ്ന മറ്റേതാവുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ രാവിലെ എണ്ണീറ്റ് അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, കൂട്ടുകാരെ കാണുന്നു, എന്നെ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്സിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ അഡിക്ഷൻസിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ശക്തി, നിങ്ങൾ അതിനെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വൈബ്, നിങ്ങളുടെ വൈബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. നിങ്ങളിപ്പോൾ സൺസെറ്റിൽ പോയ ഒരു കൂട്ടുകാരൻ്റെ കൂട്ടിരുന്ന നല്ല വൈബായിരിക്കും. ദാറ്റ് ഈസ് ബിക്കോസ് ഓവറോൾ വൈബ്രേഷൻസ് നിങ്ങളുടെ ചുറ്റുമുള്ളത് നല്ലതാണ്.
അതേപോലെ തന്നെ അതേ കൂട്ടുകാരൻ്റെ കൂടെ സൺസെറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചന്തയിൽ പോയി നിന്നാൽ നിങ്ങൾക്ക് വൈബ് കിട്ടൂല. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, വൈബ്രേഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞ് പോവാം. അപ്പോൾ എല്ലാ തവണയും പറയുന്ന പോലെ നമ്മൾ മിത്തോളജി കമ്പയർ ചെയ്യും, ഹിസ്റ്ററി കമ്പയർ ചെയ്യും, അതുപോലെ തന്നെ മോഡേൺ സയൻസും ഈസ്റ്റേൺ വിസ്ഡവും എന്ന് പറഞ്ഞാൽ ഭാരതീയ വിസ്ഡവും സേക്രഡ് ടെക്സ്റ്റുകളും എല്ലാം കമ്പയർ ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് ഈ എപ്പിസോഡിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പഠിപ്പിച്ചു തരുന്നത് ഞാൻ പറഞ്ഞില്ല, പറഞ്ഞു തരുന്നതിൻ്റെ ഒടുവിൽ നമ്മൾ ഇത് എങ്ങനെ ഉണർത്താൻ പറ്റും അല്ലെങ്കിൽ അവേക്കൻ ചെയ്യാൻ പറ്റുന്ന പ്രാക്ടിക്കൽ സ്റ്റെപ്സ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. കാരണം അത് റിട്ടൺ ഡോക്യുമെൻ്റ് ആയിട്ടുണ്ട്. അതിന് യോഗയുടെയും ഗുരുവിൻ്റെയും അല്ലെങ്കിൽ പാക്കേജ് എടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചാക്ര എങ്ങനെ അലൈൻ ചെയ്യാൻ പറ്റും, നമുക്ക് ഹയർ ഇൻറ്റ്യൂഷൻസ് എങ്ങനെ വരുത്താൻ പറ്റും, നമ്മുടെ അവയർനെസ് എങ്ങനെ കൂട്ടാൻ പറ്റും, നമ്മുടെ ബ്രെയിൻ പ്രോസസ്സിംഗ് പവർ എങ്ങനെ കൂട്ടാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. അത് മാത്രമല്ല, ഈ എപ്പിസോഡ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ല. അതുപോലെ തന്നെ അതിനെക്കാട്ടി കുഞ്ഞുങ്ങൾ കണ്ടാലും പ്രശ്നമില്ല, ഈ സ്കെപ്റ്റിക്സുകൾ ഉണ്ടല്ലോ, എന്ത് പറഞ്ഞാലും മറ്റേ മായയാണ്, മന്ത്രമാണ്, വാഴയ്ക്കാണെന്ന് പറഞ്ഞു വരുന്ന ആളുകൾ, ഇത് മായയും മന്ത്രമൊന്നും അല്ല, നിനക്കൊക്കെ കാണാൻ വയ്യെങ്കിൽ നിങ്ങൾ പൊക്കോ. അതുപോലെ തന്നെ അതിനെക്കാട്ടി വലുതായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്, ഞാൻ പറയുന്നത് മാത്രമാണ് സത്യം, ഞാൻ കാണുന്നത് മാത്രമേ ഈ ലോകത്തുള്ളൂ, ഈ ലോകത്ത് നിങ്ങൾക്ക് എല്ലാം സത്യമായിട്ടും എല്ലാം സുഖകരമായിട്ടും തോന്നുന്നുവെങ്കിൽ, ഈ മായ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഈ എപ്പിസോഡ് നിങ്ങൾക്കുള്ളതല്ല. കാരണം ഇത് മായയാണെന്നും ഇതിനപ്പുറം വേറെ എന്തൊക്കെയോ ഉണ്ടെന്നും വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്നും ഒരു ഇൻറ്റ്യൂഷൻസോ കോളിങ്ങോ അല്ലെങ്കിൽ ഒരു അറിവോ വന്നിട്ടുള്ളവർ ഈ പോഡ്കാസ്റ്റ് കാണുമെങ്കിൽ അവർക്കുള്ളതാണ് ഈ പോഡ്കാസ്റ്റ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ഇത്രയും വെറുപ്പിച്ചതിന് ശേഷവും നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ആക്സിഡൻ്റലി ഈ ഒരു പാത്തിലേക്ക് എൻ്റർ ചെയ്ത ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഗുണപ്പെടും. എന്ന് പറഞ്ഞാൽ എല്ലാവരിൽ നിന്നും ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ വൈ ആം ഐ ഡിഫറെൻ്റ് എന്നുള്ള രീതിയിൽ നോക്കുന്നവർക്ക് ഈ പോഡ്കാസ്റ്റ് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഈ വേൾഡിലെ കാര്യങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും ഒക്കെ വേറൊരു ചെറിയ ഡിഫറെൻ്റ് ആയിട്ട് പെർസീവ് ചെയ്യുന്നവർക്ക്, കുറച്ചും കൂടെ വേറൊരു രീതിയിൽ കാണാൻ പറ്റുന്നവർക്ക് ഈ ഒരു എപ്പിസോഡ് ഭയങ്കരമായിട്ട് ഗുണം ഉണ്ടാവും. അതുപോലെ തന്നെ എനർജി വൈബ്രേഷൻസിലൊക്കെ വിശ്വസിക്കുന്നവർക്കാണ് ഈ എപ്പിസോഡ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ഇത്രയും നേരം പറഞ്ഞു, ഫിൽട്ടറായെന്ന് വിചാരിക്കുന്നു, നമ്മൾ മുന്നോട്ട് പോവാണ്. അപ്പോൾ ഈ ഫസ്റ്റ് റെക്കോർഡഡ് മെൻഷൻ ഓഫ് ചാക്രാസ്, ഈ ചാക്രാസിനെ ഞാൻ ചാക്രാസ് എന്ന് പറയുന്നത്, ഇത് യഥാർത്ഥത്തിൽ ചക്ര എന്നാണ് ഭാരതീയ ഇതിൽ പറയുന്നത്. ഞാൻ ചാക്രാസ് എന്ന് പറയുന്നത് ഞാൻ ഇത് ആദ്യമായിട്ട് കണ്ടതും പഠിച്ചതും എന്നെ ഇതിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതും എല്ലാം നറൂട്ടോ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ആനിമയാണ്. നമ്മളെന്ന് രാമായണമൊക്കെ പോലെ തന്നെ അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ആനിമയാണ്. അപ്പം ഇതിനെ ജാപ്പനീസിൽ ഇതിനെ ചാക്രാസ് എന്നാണ് പറയുന്നത്, അതിനെ ഭാരതത്തിൽ ചക്രാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ തെറ്റിപ്പോയാൽ ഇറ്റ്സ് ജസ്റ്റ് ഫോണറ്റിക്സ്, സംസ്കൃതത്തിൽ ചക്ര എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വേദാസിലാണ് ആദ്യമായിട്ട് ഈ ചാക്ര സിസ്റ്റത്തിനെ പറ്റി എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചക്രാസ് എന്ന് പറയുന്ന ഒരു എനർജി സിസ്റ്റം ഉണ്ടെന്നും അതൊരു ഹ്യൂമൻ ബോഡിയുടെ അകത്താണെന്നും അതിനെ നമ്മളുടെ കോസ്മോസുമായിട്ട് മിറർ ചെയ്യുന്നുണ്ടെന്നും ഒക്കെ ഉള്ള രീതിയിൽ ഭംഗിയായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പാതാളത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തുന്ന പോലെ, ഹെല്ലിൽ നിന്ന് ഹെവനിൽ എത്തുന്ന പോലെ, നമ്മുടെ ബൈബിളിൽ ജീസസ് പഠിപ്പിച്ച പോലെ ഉള്ള കാര്യങ്ങളാണ് ഇതിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് എഴുതിയതും ചെയ്തതും അന്വേഷിച്ചവരൊന്നും ജസ്റ്റ് സ്കോളേഴ്സോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സോ ഒന്നും അല്ല. അവർ മുനിമാരും ഋഷിമാരും എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ആസ്ട്രൽ ട്രാവലേഴ്സും എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എനർജി മാനിപ്പുലേറ്റ് ചെയ്യുന്നവരും വലിയ വലിയ ടെക്നോളജികൾ ഉണ്ടായിരുന്ന ആളുകളും ഒക്കെയാണ്. അപ്പം ഇവർ ഈ ചക്രാസിൽ കൂടെ പോകുന്ന എനർജിയെ വിളിച്ച പേരാണ് പ്രാണ. പ്രാണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ലൈഫ് ഫോഴ്സ് എന്നൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. നമ്മളുടെ പ്രാണം പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ പോയി. അപ്പം ജീവൻ എന്താണോ അതാണ് പ്രാണ എന്ന് പറയുന്നത്. ആ ലൈഫ് ഫ്ലോ പോകുമ്പോഴാണ് ജീവൻ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലേറ്ററായിട്ട് പുതിയതായിട്ടും വന്ന കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബുക്സിൽ ഇതിനെക്കാട്ടി കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യോഗ ഉപനിഷത്തുകൾ എന്ന് പറയുന്ന ബുക്കുകളുണ്ട്, യോഗകളെ പറ്റിയുള്ള ഉപനിഷത്സ്. അപ്പോൾ അതിനകത്ത് ഈ ഉപനിഷത്തുകളിൽ വെച്ച് ബാക്കി താന്ത്രിക് ട്രഡീഷൻസും കൾച്ചേഴ്സും തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ ബുക്കുകൾ പഠിച്ചിട്ട് അവർ തന്നെ ഒരു മതമൊക്കെ ആയി പോയിട്ടുണ്ട്. അപ്പം ഇതിനെപ്പറ്റി പഠിച്ച് വലുതായിട്ട് ഭയങ്കരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഈ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെച്ചേക്കുന്നതാണ് ഈ ചക്ര എന്ന് പറയുന്നത് വോർട്ടെക്സ് ഓഫ് എനർജീസ് എന്നാണ് പറയുന്നത്. വോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചുഴലി പോലെ അല്ലെങ്കിൽ ഒരു സർക്കിൾ പോലെ അല്ലെങ്കിൽ ഒരു വീല് പോലെ എന്നൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ ബോഡിയിൽ ഒത്തിരി വോർട്ടെക്സുകളുണ്ട്. ഇതുപോലെ
ഒത്തിരി എനർജി സെൻറ്റേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 108 എനർജി സെൻറ്റേഴ്സ് എന്തോ ഉണ്ടെന്നാണ് നാഡീശാസ്ത്രം ആയുർവേദത്തിൽ പറയുന്നത്. അത് മാത്രമല്ല, ഇതെല്ലാം ഇരിക്കുന്നത് ബോഡിയിലെ പല 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 സ്ഥലത്തുകളായിട്ടുണ്ട്. അതിനകത്ത് പല നാഡീ സെൻറ്റേഴ്സിനും പല ജോലികളാണുള്ളത്. ചിലത് വേറെ ചില ജോലികൾ ചെയ്യും, അതുമായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും അപ്പുറത്തിരിക്കുന്ന നാഡി സെൻറ്റേഴ്സിന് അല്ലെങ്കിൽ ചാക്ര പോയിൻറ്റ്സിന്. അപ്പോൾ മെയിനായിട്ട് നമ്മളുടെ ബോഡിയിൽ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ 7 ചാക്ര സെൻറ്റേഴ്സ് അല്ലെങ്കിൽ 7 ചക്ര പോയിൻറ്റ്സ് നമുക്ക് മെയിനായിട്ടുണ്ട്. ആ മെയിനായിട്ടുള്ള 7 എണ്ണത്തിനെയാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങളിത് കേട്ട് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഡിഫറെൻറ്റ് ചാക്രാസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ചക്രാസിന് നമ്മളുടെ ജീവിതത്തിലെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ആണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ, ഒരു ചക്ര നമ്മളുടെ പ്രൈമൽ ഇൻസ്റ്റിങ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഹണ്ടിങ് അല്ലെങ്കിൽ പ്രേമം അല്ലെങ്കിൽ ഫിസിക്കൽ നീഡ്സ്, അതൊക്കെ പോലെ പറയുന്ന പൂർണ്ണമായും പ്രൈമൽ ആയിട്ടുള്ള ഒരു അനിമലിസ്റ്റിക് സാധനം കൺട്രോൾ ചെയ്യുന്നത് ഒരു ചക്രയായിരിക്കും. അതേസമയം അപ്പുറത്തിരിക്കുന്ന വേറൊരു ചക്ര കൺട്രോൾ ചെയ്യുന്നത് എൻലൈറ്റ്മെൻറ്റ്, സോളിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പക്ഷെ ഇതെല്ലാം നമ്മളുടെ ബോഡിയിലുണ്ട്. ഈ ബോഡിയിൽ ഇത് പലതും പലയിടത്ത് ഇരിക്കുന്നത് പലർക്കും പലത് ആക്ടിവേറ്റ് ആവുന്നതുകൊണ്ടാണ് ഞാനും നീയും വ്യത്യാസം വരുന്നത്. നിന്റെ ഇൻട്രസ്റ്റും എൻ്റെ ഇൻട്രസ്റ്റും മാറുന്നത്. നമ്മൾ ആക്സിഡൻ്റലി ഓർ ജനറ്റിക്കലി നമ്മളുടെ പല പല ചക്രാസും നിന്റെ 30% തുറന്നത് എൻ്റെ 10% തുറന്ന് കാണത്തുള്ളൂ. പക്ഷെ എൻ്റെ 70% തുറന്ന് കാണും വേറൊരെണ്ണം. അപ്പം അതാണ് ആളുകളുടെ ഇൻട്രസ്റ്റും റിയാലിറ്റിയും എല്ലാം മാറുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. സിംപ്ലി സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ, പച്ചയ്ക്ക് പറഞ്ഞു തന്നാൽ, ഡിഫറെൻറ്റ് ചാക്ര പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഈ വെർട്ടിസസ് എന്താ പറയുന്നത്, ഡിഫറെൻറ്റ് സ്കൂളുകളിൽ പോയി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഒരു എവല്യൂഷൻ സ്റ്റേജ് പോലെ തന്നെ നമുക്ക് പറയാം. ഒരു ചാക്ര പോയിൻറ്റ്സും ഇപ്പം എല്ലാവരും പറയും കുണ്ടലിനി അവേക്കനിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് മോളിൽ പോകാൻ പറ്റും, ആസ്ട്രൽ ട്രാവൽ ചെയ്യാൻ പറ്റും, മോക്ഷം കിട്ടും, എനിക്ക് ദൈവത്തിനെ കാണാൻ പറ്റും. ഇതല്ല സംഭവം. സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാ ചാക്ര പോയിൻറ്റ്സും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എങ്ങനെയാണെന്ന് പറയാം. ഇപ്പോൾ ഒരു ചാക്ര പോയിൻറ്റ്സ് എന്താ പറയുന്നത്, ഫ്രാങ്ക്ലി ഞാൻ ഒരു സ്കൂളിനെ വെച്ച് എക്സാമ്പിൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അത് പറഞ്ഞുതരാം. അതിനു മുന്നേ വേറെ ചില ആളുകളുണ്ട്. ആ ആളുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, കുറച്ച് യൂട്യൂബ് വീഡിയോസ് കണ്ട് അല്ലെങ്കിൽ കുറച്ച് ബുക്കുകൾ പോയി പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് നാളെ രാവിലെ കയറി കുണ്ടലിനി അങ്ങ് ഉണർത്തിക്കളയാം, അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് എൻ്റെ റെഡി ആയിട്ടുണ്ട്, എൻ്റെ ഇന്നലെ ഉണർന്നു എന്നൊക്കെ പറയുന്ന കുറേ പേര് എനിക്ക് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. ഗൈസ്, ഇത് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അഥവാ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാറ്റ്സ് ഓഫ്, മുനിമാർക്ക് പോലും പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് അങ്ങനെ വലിയൊരു സംഭവമല്ല. ഇത് ചിലപ്പോൾ എനിക്കോ നിനക്കോ നിങ്ങൾ കാണുന്നവർക്കോ ഇത് കംപ്ലീറ്റ്ലി അറ്റൈൻ ആയിട്ട് ഇരിക്കുന്നവർ വരെ കാണും. അത് അവർക്ക് പോലും അറിയാൻ പറ്റുമെന്ന് ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഡിഫറെൻറ്റ് ചാക്ര ഡിഫറെൻ്റ് ആസ്പെക്ട്സ് ആണ്. അതുപോലെ തന്നെ എല്ലാ ആസ്പെക്ട്സിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസും ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, മോസ്റ്റ് പ്രൈമൽ തിങ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. മോസ്റ്റ് അനിമലിസ്റ്റിക് തിങ് എന്ന് പറഞ്ഞാൽ സർവൈവലും മേറ്റിങ്ങുമാണ്. എന്ന് പറഞ്ഞാൽ ആഹാരം, ഭക്ഷണം, വെള്ളം, പിന്നെ സെക്സ്, ഇതാണ് മോസ്റ്റ് പ്രൈമൽ ആയിട്ടുള്ള തിങ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രാണായാമയും ലിബറേഷൻ ഓഫ് സോളും എന്താ പറയുന്നത്, നമ്മളുടെ മോക്ഷം അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാക്ര സിസ്റ്റം അല്ലെങ്കിൽ പ്രാണ സിസ്റ്റം പറയുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് എക്സ്ട്രീമിലുള്ള കാര്യവും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? ഒന്നില്ലാതെ മറ്റേതും കിട്ടില്ല, മറ്റേതില്ലാതെ ഒന്നിലോട്ട് പോകാനും പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിന് ഈ സിസ്റ്റത്തിനോ കാര്യത്തിനോ ഒന്നും അറിയേണ്ട കാര്യമേ ഇല്ല. പക്ഷേ നമ്മളെല്ലാം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനാണ് പ്രധാനം. വാട്ട് ഡു വി ഡു എന്നാരും ചോദിക്കുന്നില്ല. നമ്മുടെ സിസ്റ്റത്തിന് അറിയേണ്ട കാര്യമില്ല. നിനക്ക് എന്തും ചെയ്യാം, പക്ഷേ എന്ത് ചെയ്താലും അതിനൊരു ഡിവിനിറ്റി വേണം. അത് ചെയ്യേണ്ടതിന് ഒരു രീതിയുണ്ട്. യു ക്യാൻ ഡു എനിത്തിങ്, അത് ചെയ്യേണ്ട രീതിയിലാണെങ്കിൽ. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മളെല്ലാവരും ഭൂമിയിലോട്ട് വന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഈ ഗുരുക്കന്മാരും മറ്റവരും അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് ലോകത്ത് എനിക്ക് പ്ലഷേഴ്സ് ഒന്നും വേണ്ട, എനിക്ക് സ്നേഹം വേണ്ട, എനിക്ക് മാങ്ങ വേണ്ട, എനിക്ക് തേങ്ങ വേണ്ട എന്ന് റൂമിനകത്ത് കാരണം അടിച്ച് പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഓക്കെ, നിൻ്റെ ലൈഫ് അങ്ങനെ നീ ജീവിച്ചോളൂ. പക്ഷെ അത് ബാക്കിയുള്ളവരും അങ്ങനെ ചെയ്യണമെന്ന് പറയാൻ പാടില്ല. അപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, ഓരോ ചാക്രാസും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നില്ല. ഇപ്പം 1ാം ചാക്ര നമ്മളെ പഠിപ്പിക്കുന്നത് ലൈഫിൻ്റെ ABCDയും ലെറ്റേഴ്സും ഒക്കെ ആയിരിക്കും. മനസ്സിലായോ?
ആൽഫബെറ്റ്സ് ആയിരിക്കും ഒന്നാം ചാക്ര നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്ത ചാക്ര പോയിന്റ് നമ്മൾ മെയിൻ 7 എണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒന്നാമത്തേൽ ABCDEFG ലെറ്റേഴ്സ് പഠിക്കുന്നു, വേർഡ്സ് പഠിക്കുന്നു, അതൊക്കെ പഠിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ചാക്രയിൽ നമ്മൾ ഈ വേർഡ്സ് വെച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പഠിക്കുന്നു. സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നു, ഒരു സെൻറ്റൻസ് എഴുതുന്നു, 2-3 സെൻറ്റൻസ് എഴുതുന്നു, ഒരു പാരഗ്രാഫ് ഒക്കെ എഴുതാൻ പഠിക്കുന്നു. മൂന്നാമത്തെ ചാക്ര പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു പോയം എഴുതിയാൽ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്, പോയം കണ്ടാൽ നമുക്കത് വായിക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത ചാക്ര പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫിലോസഫി. ആ പോയത്തിനകത്ത് ഫിലോസഫി ആഡ് ചെയ്യാം. ഓക്കെ, ഈ പോയത്തിന് ഇങ്ങനൊരു അർത്ഥം ഉണ്ടായിരുന്നല്ലേ, അല്ലെങ്കിൽ ഒരേ പോയം തന്നെ പലർക്കും പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന കോഗ്നിറ്റീവ് എബിലിറ്റി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അടുത്ത പോയിന്റ് ഉണർത്തുമ്പോൾ സയൻസ്, ആ പോയത്തിനകത്ത് സയൻറ്റിഫിക് കാര്യങ്ങൾ വരും. അത് കഴിഞ്ഞ് മാത്തമാറ്റിക്സ് വരും, അത് കഴിഞ്ഞ് സോള്, അത് കഴിഞ്ഞ് യൂണിവേഴ്സ്. ഇതുപോലെ ബിൽഡ് ചെയ്ത് പോയി ഏറ്റവും അറ്റത്തെത്തുമ്പോഴേ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഈ യൂണിവേഴ്സിനെ പറ്റി എല്ലാം അറിയത്തുള്ളൂ. അപ്പോൾ ആദ്യമേ കയറി യൂണിവേഴ്സ് കുണ്ടലിനി ഉണർത്തുക എന്ന് പറഞ്ഞിട്ട് ഞാൻ യൂണിവേഴ്സിനെ പറ്റി പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾക്ക് അറിയാൻ പറ്റും, കാണാൻ പറ്റും, ചിലപ്പം കേൾക്കാൻ പറ്റും, പക്ഷേ യൂണിവേഴ്സിൻ്റെ ഫിലോസഫി മനസ്സിലാവത്തില്ല. യൂണിവേഴ്സിനെ എന്തിനാണ് നീ യൂണിവേഴ്സിനെ സീക്ക് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. നിനക്ക് യൂണിവേഴ്സിൻ്റെ സയൻസ് അറിയത്തില്ല. നിനക്ക് അറിയാവുന്ന അറിവ് വെച്ച് നിനക്ക് യൂണിവേഴ്സിനെ കാണാൻ പറ്റും. യൂണിവേഴ്സിനെ ഫുള്ളി വാട്ട് ഈസ് യൂണിവേഴ്സ് എന്ന് നിനക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ലെറ്റേഴ്സും പഠിക്കണം, എല്ലാ വേർഡ്സും പഠിക്കണം, എല്ലാ സെൻറ്റൻസുകളും പഠിക്കണം. പഠിച്ച് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം കൊണ്ടുപോയി അവസാനം യൂണിവേഴ്സിനെ നോക്കുമ്പോൾ ഓ ഷിറ്റ് ദിസ് ഇസ് ബ്യൂട്ടിഫുൾ, കൂടുതലൊന്നും പറയാൻ കാണില്ല. അപ്പം അതാണ് നമ്മളുടെ ഈ കുണ്ടലിനിയുടെ ഒരു എന്താ പറയുന്നത് ഫിലോസഫി എന്ന് പറയുന്നത്. നമ്മൾ എന്തിനേയും യൂണിവേഴ്സിനെ മാത്രമല്ല, ഞാനിപ്പോൾ ഈ ക്യാമറയെ നോക്കിയാലും എനിക്ക് എല്ലാ ആംഗിളിൽ നിന്നും ഈ ക്യാമറയെ പറ്റി അറിയണം. ഈ ക്യാമറ എന്തിനുണ്ടാക്കി, ഈ ക്യാമറ ആരാണ് ഉണ്ടാക്കിയത്, ഏത് കമ്പനിയാണ്, ഈ ക്യാമറ ഇപ്പോൾ എന്നോട് എന്ത് ചെയ്യുന്നു, ഈ 100 കണക്കിന് കാര്യങ്ങൾ എനിക്ക് ഒരേപോലെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുമെങ്കിലും ആ പ്രോസസ്സ് ചെയ്യുന്ന ഡേറ്റ എനിക്ക് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാനും പറ്റുവാണെങ്കിൽ യു ആർ ബ്ലസ്ഡ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് അതിലേക്ക് നമുക്ക് പറന്നു പോവാം. അപ്പോൾ ഈ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഈ ഒരു എന്താ പറയുന്നത് അവെയർനെസ് അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ സ്പിരിച്വാലിറ്റി അത് റാൻഡമായിട്ടോ അല്ലെങ്കിൽ ലൈഫിൻ്റെ ട്രോമകളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിൽ നിന്ന് കടന്നു വന്നവർക്കോ ഒക്കെ ചെറിയ രീതിയിൽ ചില ചക്രാസ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് നഷ്ടം സംഭവിക്കുമ്പോൾ, ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ട്രോമാസ് സംഭവിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ചില ചാക്ര പോയിൻറ്റ്സ് തുറക്കും. അത് സയൻസാണ്, യഥാർത്ഥത്തിലുള്ള സയൻസാണ്. അപ്പോൾ അതിൽ ഈ ഉണർന്നു കഴിഞ്ഞതിന് ശേഷം ഈ പ്രോസസ്സ് എന്താണെന്ന് അറിയാത്ത കാര്യം ചിലപ്പോൾ നമുക്ക് എന്താ പറയുന്നത് ഈ 1, 2, 3 ഒന്നും ഓപ്പൺ ചെയ്യാതെ ചിലവർ ആക്സിഡൻ്റലി 4th ചാക്ര പോയിന്റ് അങ്ങ് ഓപ്പൺ ചെയ്യും. എന്ന് പറഞ്ഞാൽ അവളുടെ ഒരു പോയം കിട്ടി, പക്ഷേ ഇത് വായിക്കാൻ അറിയത്തില്ല, ഇതിൻ്റെ അക്ഷരങ്ങൾ അറിയത്തില്ല, ഇതെന്താണെന്ന് അറിയത്തില്ല, പക്ഷെ കയ്യിൽ പോയ കൊണ്ട് ഇത് കളയാനും പറ്റത്തില്ല, കൈ കിട്ടിപ്പോയി ആകെയുള്ള പോയം. അപ്പം അങ്ങനെ ആ പോയം ഒരു ബേർഡനാവും. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത സാധനം വേണ്ടാത്ത സമയത്ത് കിട്ടിയാൽ അത് നമുക്ക് പണിയാവത്തേ ഉള്ളൂ. അപ്പം അറിയാത്ത പരിപാടി ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമുക്ക് പറഞ്ഞ് മുന്നോട്ട് പോവാം. അപ്പം ചില സെൻസസ്, ചില ഈ പോയം എന്ന് ഞാൻ പറയുന്നത് ചില സെൻസസോ ചില ഓവർ തിങ്കിങ് അബിലിറ്റീസോ അല്ലെങ്കിൽ ടെൻഷൻ അബിലിറ്റി, ഇതൊക്കെ യഥാർത്ഥത്തിൽ അബിലിറ്റീസ് ആണ്. പക്ഷേ ഇത് മാത്രമായിട്ട് നമുക്ക് വന്ന് കയറുമ്പോഴാണ് ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് പ്രശ്നമാവുന്നത്. അപ്പോൾ മൂഡ് സ്വിങ്സ് ആവാം, പെട്ടെന്ന് തളരുന്നതാവാം, ചിലർക്ക് റാൻഡമായിട്ട് ഡ്രീം കാണുന്നതാവാം, ഡേ ഡ്രീംസിലോട്ട് ഒറ്റിയിരിക്കുമ്പോൾ ഡേ ഡ്രീമിലോട്ട് പോകുന്നതാവാം, ഈ ചില ഇൻറ്റ്യൂഷൻസ്, ചില കാര്യങ്ങൾ നടക്കുന്നതിന് മുന്നേ ചില ഇൻറ്റ്യൂഷൻസ് കിട്ടുന്നതാവാം. അപ്പം ഇതൊക്കെ ഈ ഒരു അൺനോൺ അവേക്കനിങ്ങിൻ്റെ കോൺസിക്വൻസസ് ആണ്. അപ്പം ഈ അൺനോൺ ആയിട്ട് വരുന്നവർക്ക് ഈ ചിലവർക്ക് ഈ പ്രേതത്തിനെ കാണാൻ പറ്റും, എനിക്ക് കേൾക്കാൻ പറ്റാത്ത സാധനം ചിലപ്പോൾ അവർക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റിയവർക്ക് വേണ്ടിയുള്ള എപ്പിസോഡും കൂടിയാണിത്. എന്ന് വെച്ചാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ലോസ്റ്റോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നോ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് ഒരു 2-3 ക്ലാസ് സ്കിപ്പ് ചെയ്ത് 4ാം ക്ലാസ്സിൽ പോയെന്നേ ഉള്ളൂ. നിങ്ങൾ 1, 2, 3 പഠിച്ചു കഴിഞ്ഞാൽ യു ഗൈസ് ആർ ഓക്കെ. അപ്പോൾ ഈ എപ്പിസോഡിൽ കംപ്ലീറ്റ് സിലബസ് ആയിട്ടാണ് വന്നത്. നിങ്ങൾക്ക് ഏത് എപ്പിസോഡിലോട്ട് വേണമെങ്കിലും പോവാം, നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിലോട്ട് വേണമെങ്കിലും പോവാം. എല്ലാം നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് അവെയർനെസ് തരിക, അല്ലാതെ നിങ്ങളെ എല്ലാവരെയും യോഗികളാക്കാൻ പോവല്ലേ ഇവിടെ. ഐ എം ജസ്റ്റ് ഗിവിങ് യു അവെയർനെസ്. അപ്പോൾ നമുക്കിത് പ്രൊസീഡ് ചെയ്യുമ്പോൾ വേദിക് നോളജ് ഞാൻ പറഞ്ഞില്ലേ, ഏൻഷ്യൻ ഇന്ത്യയിൽ മാത്രമല്ല, ഇതിനെപ്പറ്റി ചെറിയൊരു ഹിസ്റ്റോറിക്കൽ റെഫറൻസും കൂടെ ഞാൻ തരാം. ഇതിനെ ഡോൺ ടിയൻ എന്ന് പറയുന്ന ചൈനീസ് മാസ്റ്റേഴ്സിനും ഡാവോയിസ്റ്റ് മാസ്റ്റേഴ്സിനും ഡോൺ ടിയൻ എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത്. എനർജി സെൻറ്റേഴ്സ് ഇൻ ബോഡി.
അതൊരു ഇൻവിസിബിൾ എനർജി പോയിന്റ്സ് ആണെന്നാണ് അവരും പറയുന്നത്. അവർ ഈ പ്രാണയെ പറയുന്നത് വേറൊരു പേരിലാണ് ചി എന്നാണ് പറയുന്നത്. ചി എന്ന് പറയുന്നത് അവർ ലൈഫ് ഫോഴ്സ് ആണ്. ലൈഫ് ഫോഴ്സിനെ ഈ ഡോണ്ടിയൻ സാധനങ്ങൾ എനർജി സെൻറ്റേഴ്സ് കൺട്രോൾ ചെയ്യുന്നു, അങ്ങോട്ട് വിടുന്നു. അപ്പം ഇവരിത് ഉണർത്താൻ പറയുന്നത് ബ്രീത്തിങ് ടെക്നിക്സിലും അക്യൂപഞ്ചറിലും കൂടെയൊക്കെ ഉണർത്താൻ പറ്റുന്ന ചെറിയൊരു ചാപ്റ്ററായിട്ട് അവർ അവരുടെ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മിസ്റ്റിക് ജൂതൈസത്തിൻ്റെ കബാലിസ്റ്റുകൾ സെബ്രിയോട്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനെ പറ്റി പറയുന്നുണ്ട്. അതൊരു ഡിവൈൻ എനർജി ആണെന്നും അതൊരു സെബ്രിയോട്ട് എന്ന് പറയുന്ന വലിയ മരമാണെന്നും ആ മരം നമ്മുടെ ശരീരത്തിനുള്ളിലുണ്ടെന്നും ആ മരത്തിൽ ബ്രാഞ്ചസിൻ്റെ എല്ലാം അവിടെ ജംഗ്ഷൻസ് ഉണ്ടെന്നും ആ ജംഗ്ഷൻസിൻ്റെ അവിടെ എല്ലാം പ്രാണ അല്ലെങ്കിൽ ചീ പോലെ ഒരു സാധനം പോയാൽ മാത്രമേ ആ മരത്തിന് ഹെവനിൽ എത്താൻ പറ്റൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ ഫാരോസിനും ഈ തേർഡ് ഐ ഉണർത്തുന്നതിനെ പറ്റി പറയുന്നുണ്ട്. സുമേരിയൻ ആളുകൾ ഈ പീനിയൽ ഗ്ലാൻഡിൻ്റെ പൈൻ വെച്ച് കൊടുക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിൽ ഈ സത്യം പല റിലീജിയൻസ്, പല കൾച്ചേഴ്സ്, പല രീതിയിൽ അവർ എൻകോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നശിപ്പിക്കുക എന്നുള്ള മാത്രം അജണ്ടയിൽ ചില ഫോഴ്സസ് വേറെ രാജ്യങ്ങളിലോട്ട് പോകുന്നുണ്ട്. അത് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഈ നോളജ് എന്തിന് ഹിഡൻ ചെയ്യുന്നു, എന്തിന് ഹൈഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആദ്യം ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ചാക്രയിലേക്ക് പോവാം. എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽ എല്ലാവരും എൻലൈറ്റഡ് ആയി, എല്ലാവർക്കും ഭയങ്കരമായിട്ട്, ഞാൻ നേരത്തെ ക്യാമറയുടെ എക്സാമ്പിൾ പറഞ്ഞ പോലെ അവർക്ക് എല്ലാവർക്കും ആ ഒരു രീതിയിൽ ലൈഫിനെ കാണാൻ പറ്റിയെങ്കിൽ എല്ലാവർക്കും അവരുടെ ഫുൾ അവെയർനെസ്, ബോധം, എനിക്ക് എന്താണ് വേണ്ടുന്നത്, സർവൈവ് ചെയ്യാൻ എന്ത് വേണം, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ജോലിയും വാഴയ്ക്കും എല്ലാം വിട്ടിട്ട് പോയിട്ട് ഒരു എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഹട്ട് കിട്ടും. മനസ്സിലായോ? സൊസൈറ്റിയിൽ നിന്ന് മാറിയോ സൊസൈറ്റിയുടെ അകത്തോ ഒരു ഹട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആഹാരം ഉണ്ടാക്കാൻ ഹട്ടിന് ചുറ്റും ഒരു ഫാം ഉണ്ടാക്കും. ഇത് രണ്ടും, ഫുഡും ഷെൽട്ടറും ആയി കഴിഞ്ഞാൽ പിന്നെ എന്നോട് രാവിലെ എൻ്റെ ബോസ് വിളിച്ചിട്ട് നീ എന്താ 8 മണിക്ക് ടൈ വിട്ട് ഓഫീസിൽ വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാം ഇനി തൊട്ട് ഞാൻ വരുന്നില്ല. മനസ്സിലായോ? ഇനി ഞാൻ തൊട്ട് വരുന്നില്ല. കാരണം ഒരു മടി പിടിച്ച ദിവസം അത് സംഭവിക്കുന്നതെങ്കിൽ എനിക്ക് ഫുഡുണ്ട്, എനിക്ക് കിടക്കാൻ സ്ഥലമുണ്ട്, എനിക്കെല്ലാം ഉണ്ട്, ഞാൻ വരുന്നില്ല എന്ന് പറയും. എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? സൊസൈറ്റി വിൽ കൊളാപ്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മാനേജ്മെൻറ്റുമാർക്കും ഈ പറയുന്ന ഏമാമാർക്കും സാറുമാർക്കും ഒക്കെ വീട്ടിൽ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു എന്ന് വെക്കുക. അന്നത്തെ അന്നത്തിന് മുട്ടില്ലാത്ത ആരെങ്കിലും വേറൊരുത്തൻ്റെ വീട്ടിൽ പോയി സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞാൽ അപ്പി കോരാൻ നിൽക്കുമോ? മനസ്സിലായോ? അവൻ്റെ വീട്ടിൽ ഫുഡുണ്ട്, അവൻ്റെ കുഞ്ഞിന് ഫുഡുണ്ട്, എല്ലാവരും ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കുവാണ് എങ്കിൽ എന്നെ ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഒരുത്തും പറയും ഞാൻ നിനക്ക് 5000 രൂപ തരാം, നീ വന്ന് വീട്ടിലെ അപ്പി മൊത്തം കോരണം എന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ല. എന്തുകൊണ്ടാണ്? എനിക്കതിൻ്റെ ആവശ്യം വരത്തില്ല. അപ്പോൾ ഇത് പോവാൻ പറ്റുന്ന ആളുകളെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ഒരു നീഡാണ്. എങ്കിലേ സൊസൈറ്റിയിലെ ഒരു തട്ടിന് മുകളിൽ നിൽക്കുന്നവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ തമിഴ്നാട്ടിൽ എന്താ പറഞ്ഞ കഴിഞ്ഞ 2 മാസം മുന്നേ സുപ്രീം കോടതിയല്ല ഹൈക്കോടതി റൂളിംഗ് നടത്തി. കാരണം മറ്റേ സ്റ്റാലിനോ ഏതോ ഒരുത്തൻ എല്ലാ വീട്ടിലോട്ടും ഫ്രീ പച്ചക്കറി അരിയും കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിയമം അയാൾ പറഞ്ഞു ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഫ്രീ പച്ചക്കറി അരിയും കൊടുത്തോളാം, നിങ്ങൾ ഫുഡിന് ഇനി എങ്ങും പോകണ്ട, ഫ്രീ ഫുഡ് ഫോർ ലൈഫ്. അങ്ങനെ ഹൈക്കോടതി പറഞ്ഞു ഇൻ സൊസൈറ്റിയിൽ, ഈ ഡെമോക്രസിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ റൂളിംഗ് വരുന്നത്. അപ്പം അവർ പറഞ്ഞത് ഈ സൊസൈറ്റിയിൽ ഫ്രീ ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല. ഫ്രീ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ജോലിക്ക് പോവില്ല, പിന്നെ നിന്റെ വണ്ടി ആരോടിക്കും? മനസ്സിലായോ? അതുകൊണ്ട് ഫ്രീ ഫുഡ് ഈസ് എ സ്കാം. അതൊരിക്കലും തരത്തില്ല. എമർജൻസി സിറ്റുവേഷൻസിന് കൊടുക്കാം, പ്രളയമോ നാച്ചുറലോ കോവിഡോ ഒക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാം. അല്ലാതെ റെഗുലറായിട്ട് ഒരു സിറ്റിസണിനും ഫ്രീ ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല. ആ സിറ്റിസൺ ജോലി ചെയ്താൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ പട്ടിണി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഫുഡ് സ്കേർസിറ്റി വരുത്തുന്നത് സ്റ്റേറ്റിന് കൂടുതൽ വർക്ക് ഫോഴ്സ് വരണമെന്നുള്ളപ്പോൾ സ്റ്റേറ്റ് വില കൂട്ടും സാധനത്തിൻ്റെ. അതൊക്കെയാണ് ഇൻഫ്ലേഷൻസും കാര്യങ്ങളും. അതിലേക്ക് നമുക്ക് പിന്നെ പോവാം. നമുക്ക് ഇതിലോട്ടൊക്കെ ഇപ്പൊ പോയി കഴിഞ്ഞാൽ ബാഡാവും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഡെലിബറേറ്റ് ആണ്, കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ പോലെ. അപ്പം ഈ വേദിക് കൾച്ചർ നശിക്കണം എന്നുള്ള ഭയങ്കരമായ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയെ പറ്റി ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു തരാം. പക്ഷെ നമുക്ക് ഫസ്റ്റ് ചാക്ര നെറ്റ്വർക്കിലേക്ക് നമുക്കിപ്പോൾ പോവാം. കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്ത ചാപ്റ്ററിൽ അത് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ചാക്ര നെറ്റ്വർക്ക്സിൻ്റെ അല്ലെങ്കിൽ എൻലൈൻമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നോളജിൻ്റെ എല്ലാം റൂട്ട് പ്രോബ്ലംസ് അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ
നമ്മൾ ഇതിൻ്റെ എല്ലാം റൂട്ട് ഓഫ് എക്സിസ്റ്റൻസിനെ മനസ്സിലാക്കണം. റൂട്ട് ഓഫ് എക്സിസ്റ്റൻസ് ആണ് ദ ഫസ്റ്റ് ചാക്ര. ഫസ്റ്റ് ചാക്രയുടെ ഇംഗ്ലീഷ് പേരാണ് ദ റൂട്ട് ചാക്ര. മലയാളത്തിൽ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ പറയും മൂലാധാര. മൂലാധാരയാണ് ദ ഫൗണ്ടേഷൻ ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇനി തൊട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്, നിങ്ങൾ ഫുള്ള് കേൾക്കണേ. എന്ന് പറഞ്ഞാൽ ഇമാജിൻ ഒരു വലിയ ഏൻഷ്യൻ ട്രീ നിൽക്കുക എന്ന് വെച്ചോ, ഭയങ്കര ജൈഗാൻറ്റിക് ഒരു ട്രീ. അതിൻ്റെ റൂട്ട്സ് ഭൂമിയിലോട്ട് ഭയങ്കരമായിട്ട് പോയി വർഷങ്ങൾ ചെന്ന് നിൽക്കുകയാണ്. ഏത് വിൻഡ് വന്നാലും ഏത് സ്റ്റോം വന്നാലും ഈ ട്രീ ഒന്ന് ആടുവോ ഒന്നുമില്ല, അത് അവിടെ ശക്തിയായിട്ടിരിക്കും. കാരണം അതിൻ്റെ റൂട്ട്സ് അത്രയ്ക്ക് ഡീപ്പായിട്ട് അതിൻ്റെ റൂട്ട്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മൂലാധാരയുടെ എനർജിയും ഇതാണ്. എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ, ഈ നമ്മളുടെ എൻറ്റയർ എനർജി സിസ്റ്റം, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ചാക്ര സിസ്റ്റം അല്ലെങ്കിൽ കുണ്ടലിനി സിസ്റ്റം എന്നൊക്കെ പറയുന്നതിൻ്റെ ഫൗണ്ടേഷൻ വരുന്നത് ഈ മൂലാധാര എന്ന് പറയുന്ന ചാക്രയിലാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്പൈനിൻ്റെ ഏറ്റവും താഴെയാണ്. സ്പൈനിൻ്റെ ബേസിലാണ് ഈ മൂലാധാര വരുന്നത്. ഈ മൂലാധാര എന്തൊക്കെയാണ് ഗവേൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ സർവൈവബിലിറ്റി, നമ്മുടെ സെക്യൂരിറ്റി, അതുപോലെ തന്നെ നമ്മളുടെ പ്രൈമൽ ഇൻസ്റ്റിങ്സ്. ഈ സാധനങ്ങളാണ് നമ്മളെയും നമ്മളുടെ ആൻസിസ്റ്റേഴ്സിനെയും ഇത്രയും നാൾ എലൈവായിട്ട് നമ്മളിവിടെ ഇരിക്കണമെങ്കിൽ അതിൻ്റെ കാരണം മൂലാധാരയാണ്. എന്ന് പറഞ്ഞാൽ റോ പവർ, എനർജി, ഫൈറ്റിങ്, കില്ലിങ്, ഹണ്ടിങ്, അല്ലെങ്കിൽ ഒരു കരടി നമ്മളെ പിടിക്കാൻ വരുമ്പോൾ ഓടാനുള്ള സാധനം, അല്ലെങ്കിൽ രണ്ടുപേര് തമ്മിൽ വഴക്കാവുമ്പം സ്റ്റാൻഡിങ് യുവർ ഗ്രൗണ്ട് എന്നാ വാടാ. ഈ സാധനങ്ങളെല്ലാം നമ്മുടെ റൂട്ട് ചാക്ര അല്ലെങ്കിൽ മൂലാധാരയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ മൂലാധാര ബാലൻസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ പേടി എന്ന് പറയുന്ന സാധനം ഇല്ലാതാവും, ഫിയർ ഇല്ല. പിന്നെ നമ്മുടെ മരത്തിനെ പറ്റി പറയുന്ന പോലെ റൂട്ട് സ്ട്രോങ് ആണെങ്കിൽ എന്താ, ഏത് കൊടുങ്കാറ്റ് വന്നാലും നമ്മൾ അൺഷേക്കബിൾ ആയിട്ട് നിൽക്കും. അതിനിപ്പം എന്ത് വന്നാലും നമ്മൾ അവിടെ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. പിന്നെ നമ്മുടെ എനിമീസിനെ ഫേസ് ചെയ്യാൻ നമുക്ക് പേടിയില്ലാതാവും, നമ്മുടെ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാൻ പേടിയില്ലാതാവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിയർ അല്ലെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നമുക്കുള്ള ധൈര്യവും ശക്തിയും കിട്ടുന്നതാണ് മൂലാധാര. മനസ്സിലായോ? അപ്പോൾ മൂലാധാര ബ്ലോക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറ്റുന്നതെന്ന് പറഞ്ഞു തരാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എനർജി സിസ്റ്റം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ വീക്കായി കഴിഞ്ഞാൽ മുകളിലോട്ടുള്ള എല്ലാ ബിൽഡിങ്ങും ജനലും കമ്പിയും വാഴയ്ക്കയും തൂണും എല്ലാം പോവും, അല്ലയോ? എന്ന് പറഞ്ഞാൽ നമ്മളുടെ എനർജി സാധനങ്ങൾ പൊളിഞ്ഞു തുടങ്ങിയാൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി വന്നു തുടങ്ങും, സംശയം വന്നു തുടങ്ങും, എന്ന് പറഞ്ഞാൽ അൺസാറ്റിബിലിറ്റി വന്നു തുടങ്ങും. എന്ന് പറഞ്ഞാൽ നമുക്ക് എൻലെസ് ക്രേവിങ്ങും കാര്യങ്ങളൊക്കെ വരും. ഈ എൻലെസ് ക്രേവിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നുമില്ല, നമുക്ക് ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ മൂലാധാര സ്ട്രോങ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് ഫൈറ്റിംഗ് പവറും, നീ ഇങ്ങോട്ട് വാടാ ഞാൻ കാണിച്ചു തരാം, ഞാൻ അനങ്ങത്തില്ല, ഞാൻ എന്തും ചെയ്യും എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ, മൂലാധാര ബാഡായി ബ്ലോക്കായി കിടക്കുകയാണെങ്കിൽ നമുക്ക് ആങ്സൈറ്റിയും ഡൗട്ടും പ്രശ്നങ്ങളും ചോദ്യങ്ങളും മാത്രമേ ഉള്ളൂ, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ മൂലാധാര എന്ന് പറയുന്ന ആ ചാക്രയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു 4 പെറ്റലുള്ള ലോട്ടസിൻ്റെ പടം വെച്ചാണ്. ആ 4 പെറ്റൽ നമ്മളുടെ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ അവിടെ 10,000 വർഷങ്ങൾക്ക് മുന്നേ എഴുതി വെച്ചൊരു വാക്കാണ്. ആ 4 പെറ്റലും നമ്മുടെ കോൺഷ്യസ്നെസ്സിൻ്റെ 4 ആസ്പെക്ട്സ് ആണ് പറയുന്നതെന്ന് വെച്ചാണ്. എന്ന് പറഞ്ഞാൽ ഈ 4 സാധനങ്ങളും കൂടെ ചേരുന്നത് എന്തോ അതാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതിൻ്റെ 1 മനസ്സ്, മൈൻഡ്, 2 ഇൻ്റലക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകം, 3 ഈഗോ എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഭാവം, 4 സബ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചില കാര്യങ്ങൾ സേവ് ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ്. മനസ്സും ബുദ്ധിയും ഞാനെന്നുള്ള ഭാവവും സബ് കോൺഷ്യസ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള എബിലിറ്റിയും കൂടി ചേരുന്നത് എന്തോ അതാണ് കോൺഷ്യസ്നെസ് എന്ന് ദിസ് ഈസ് റിട്ടൺ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഒക്കെ. ഇപ്പോഴും നമുക്കിത് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ചാക്ര എവേക്കൻ ചെയ്യുമ്പോൾ പ്രൈമലായിട്ടുള്ള കുണ്ടലിനി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏറ്റവും അടിയിൽ കിടക്കുന്ന കുണ്ടലിനി എന്ന് പറയുന്ന സർപ്പൻറ്റീൻ സാധനമാണെന്നാണ് പറയുന്നത്. സർപ്പൻറ്റ് സ്ലീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്ലീപ്പ് ചെയ്യുന്ന സർപ്പൻറ്റിനെ തട്ടി എണീപ്പിച്ച് കണ്ണ് തുറക്കുന്നതാണ് മൂലാധാര ഉണരുക എന്ന് പറയുന്നത്. സർപ്പൻറ്റ് റൈസ് ചെയ്ത് ഇവിടം വരെ വരണം, അവിടം വരെ വരുന്നതിനകത്ത് കണ്ണ് തുറന്നിട്ടേ ഉള്ളൂ. നിങ്ങളുടെ ദേഹത്ത് എന്തൊക്കെയാണ് മാറ്റം വരുന്നത്? നിങ്ങൾക്ക് പേടിയില്ലാതാവും, നിങ്ങൾക്ക് ശക്തി വരും, നിങ്ങൾക്ക് ധൈര്യം വരും, നിങ്ങൾക്ക് പ്രൈമൽ ഇൻസ്റ്റിങ്സ്, ഹണ്ടിങ്ങോ ഫൈറ്റിങ്ങോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ളത് ആ പാമ്പ് കണ്ണ് തുറന്നാൽ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായോ? ഇതും സ്പൈനിൻ്റെ ബോട്ടം ഫസ്റ്റ് ചാക്രയെ നമ്മൾ എത്തിയിട്ടുള്ളൂ. പക്ഷേ അതുപോലെ തന്നെ
എന്താ ഓവർ ആക്റ്റീവ് ആയിട്ടുള്ളൊരു മൂലാധാര വന്നു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ഈ പാമ്പിനെ നമ്മൾ ഉണർത്തിയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ, ഓവർ ആക്റ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ മൂലാധാരയിൽ പവർ കൂടുതലായിട്ട്, എനർജി ഫ്ലോ കൂടുതലായിട്ട് മൂലാധാരയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ചില കാര്യങ്ങൾ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ശക്തിയും ധൈര്യവും പവറും ഒക്കെ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നമുക്ക് പവറുമായിട്ട് ഒബ്സഷൻ വരും, മണിയുമായിട്ട് ഒബ്സഷൻ വരും, ഗ്രീഡ് കൂടും. കാരണം എന്നെ കൊണ്ട് എല്ലാം പറ്റും, എനിക്ക് അവനെ തോപ്പിക്കണമെങ്കിൽ എനിക്ക് എളുപ്പമാണ്, അപ്പോൾ അവൻ്റെ ഇരിക്കുന്നതും കൂടെ എനിക്ക് കിട്ടാൻ തോന്നും. ആ ഒരു പാത്തിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ നമ്മൾ മായയിൽ ട്രാപ്പായി പോകാൻ ചാൻസ് ഉണ്ട് മൂലാധാര കൂടുതൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാവുക, ബാലൻസ് ഈസ് കീ. എല്ലാ ചാക്ര പോയിന്റ്സിലും ഒരു ഇപ്പം അത് നമ്മൾ പറഞ്ഞില്ലേ, വോർട്ടെക്സ് ആണ്, ഒരു സർക്കിൾ പോലുള്ള സാധനമാണെങ്കിൽ ഇത്രയും ചെറിയ സർക്കിളും ആയിക്കൂടാ, ഇത്രയും വലിയ സർക്കിളും ആയിക്കൂടാ, ഇതിൻ്റെ നടുക്ക് നിൽക്കണം. ഫൈൻ തിൻ ഒരു റെഡ് ലൈൻ ഉണ്ട്. അടഞ്ഞാലും പ്രശ്നമാണ്, ഓവറായിട്ട് തുറന്നാലും പ്രശ്നമാണ്. എല്ലാ ചാക്ര നെറ്റ്വർക്സിലും അതിൻ്റെതായ വേണ്ടുന്ന രീതിയിലൂടെ മാത്രം പ്രാണ പോകുമ്പോഴാണ് ഇത് മുകളിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ബാലൻസ് ഇല്ല എങ്കിൽ നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ, മൂലാധാര ടു ലോ ആയി കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത് പറഞ്ഞാൽ ഡൗട്ടും ആങ്സൈറ്റിയും പവർലെസ്നെസ്സും ഒന്നിനും കൊള്ളാന്നില്ലാത്തില്ല എന്നുള്ളൊരു തോന്നലും ഒക്കെ നമ്മൾക്ക് തന്നെ നമുക്ക് തോന്നും. പക്ഷെ ഇത് ടു ഹൈ ആയി കഴിഞ്ഞാൽ ആങ്കർ, ഗ്രീഡ്, മെറ്റീരിയലിസം, മായ, ഈ കാര്യങ്ങളിനകത്ത് നമ്മൾ ഇൻഡൾജ് ചെയ്ത്, ഈ ക്രിമിനൽസ് ഒക്കെ ഈ ഭയങ്കരമായിട്ട് മൂലാധാര തുടങ്ങിയവരാണ് ഈ ഗാങ്സ്റ്റേഴ്സ് ഒക്കെ ആയി പോകുന്നത്. അവർക്ക് ഇതൊന്നും ഇല്ലാതെ പിന്നെ പറ്റത്തില്ല. അപ്പോൾ ഇതെങ്ങനെ ബാലൻസ് ഇല്ലാതെ ഓപ്പൺ ആക്കാം എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ മൂലാധാര ചക്ര എങ്ങനെ ബാലൻസിലൂടെ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുമെന്ന് ഞാൻ കണ്ടുപിടിച്ച വഴിയൊന്നുമല്ല. ദിസ് ഈസ് റിട്ടൺ ഇൻ അവർ വേദാസ് ആൻഡ് ഉപനിഷത്സ്. നമ്മുടെ തന്ത്രയിൽ എഴുതി വെച്ചേക്കുന്ന കാര്യമാണ്. നിങ്ങളോട് ഇത് ആരും പറഞ്ഞു തന്നിട്ടില്ല എന്നേ ഉള്ളൂ. ഞാനത് വായിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. എന്ന് വെച്ചാൽ, ഒന്ന്, ഗ്രൗണ്ടിങ് ആണ് മൂലാധാരയ്ക്ക് വേണ്ടുന്ന ആദ്യത്തെ കാര്യം. ഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെയർ ഫുട്ടായിട്ട് ഭൂമിയിലൂടെ നടക്കണം. എന്ന് പറഞ്ഞാൽ മോർണിംഗ് എണ്ണീറ്റ് നമ്മൾ ഗ്രാസിലൂടെ നടക്കണമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് മഴയോ ഇടിയോ പെയ്തിട്ടുള്ള ദിവസമാണെങ്കിൽ അന്ന് തന്നെ ചെരുപ്പിടാതെ വെളിയിൽ പോയി ഒരു 25 മിനിറ്റ് നിങ്ങൾ പുല്ലിലൂടെ നടക്കണം. അങ്ങനെ നമ്മളുടെ മൂലാധാരയിലോട്ട് എനർജി സെൻറ്റേഴ്സിലും റീചാർജ് ആവും എന്നാണ് പറയുന്നത്. 2, ലാം എന്ന് പറയുന്ന മന്ത്ര, ലാം എന്ന് പറയുന്ന ഫ്രീക്വൻസി, നമ്മളുടെ ലം 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 എന്ന് പറയുന്ന ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ വൈബ്രേറ്റ് ചെയ്യുന്നത് സ്പൈനിൻ്റെ ഏറ്റവും അടിയിലാണ്. മനസ്സിലായോ? അപ്പോൾ ആ സ്ഥലത്താണ് ഈ ചാക്ര പോയിന്റ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലാം എന്ന് പറഞ്ഞ് വൈബ്രേഷൻ കൂട്ടി വന്നാൽ നമ്മളിപ്പോൾ എന്താ ഉപയോഗിക്കുന്നത്? ഇത്രയും നാൾ നമ്മൾ ഈ ചാക്ര പോയിന്റ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം ഞാൻ പറയാം, ഞാൻ ഇത്രയും നാൾ ഉപയോഗിക്കാത്ത ഒരു സാധനം, ഫോർ എക്സാമ്പിൾ ഒരു പെൻഡ്രൈവ് എടുത്തു. പെൻഡ്രൈവിനകത്ത് മൊത്തം പൊടി വെച്ച് വെറുതെ ഇരിക്കാവും. ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നത്? അത് കൊടയുക എന്ന് വെച്ചാൽ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മുടെ ചാക്ര പോയിന്റ്സ് അവിടെ ഇരിക്കുമ്പോൾ ഉപയോഗിക്കാത്ത സാധനം അതിനെ കുടഞ്ഞ് പൊടി തട്ടി ഒന്ന് മെനയാക്കാൻ വേണ്ടിയാണ് അവിടേക്ക് വൈബ്രേഷൻ കൊടുക്കുന്നത്. ആ വൈബ്രേഷൻ ലം എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ലം എന്ന വാക്ക് നിങ്ങൾക്ക് മൂലാധാരയിൽ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനൊരു മന്ത്രമുണ്ട്. അപ്പോൾ ഈ മന്ത്ര എന്നൊക്കെ പറയുന്നത് രാവിലെ തൊട്ട് എനിക്കിത് തരണേ, എനിക്ക് കൂടോത്രം, അങ്ങനെയൊന്നുമല്ല. ഓം ലാം നമഃ എന്നുള്ള വാക്ക് അവരുപയോഗിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ചുറ്റുമുള്ള എനർജി ഫീൽഡുകൾ ഹാർമണൈസ് ചെയ്യും. ഇപ്പം എൻ്റെ ഈ കൈ ഇങ്ങനെ അനക്കുമ്പോൾ ഇവിടെ കുറേ എനർജി ഫീൽഡ് വരും. ഞാൻ ഈ കിടന്ന് പരപരാന്ന് സംസാരിക്കുമ്പോൾ ഇവിടുത്തെ എനർജി ഫീൽഡ് എൻ്റെ തൊണ്ടയിലെ മൊത്തം മാറും. ഞാൻ ഈ കൈ മൗസ് ഇങ്ങനെ മാറ്റുന്നതിൻ്റെ എനർജി ഫീൽഡ് മാറും. അപ്പം മിണ്ടാതെ വായു അടച്ച് ഒരു കണ്ണും കൈയും ഒന്നും അനക്കാതെ ഓം എന്ന് പറയുമ്പോൾ എൻ്റെ ദേഹത്തിന് ചുറ്റുമുള്ള എനർജി ഫീൽഡുകളെല്ലാം ഏകദേശം ഒരുപോലെ ഹാർമണൈസ് ആവും. ഹാർമണൈസ് ആയിട്ട് നിൽക്കുമ്പം ഓം ലം നമഃ എന്നുള്ള കാര്യം പറയുമ്പോൾ ലാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ലം എന്ന് പറയുമ്പോൾ കറക്റ്റ് സാധനം താഴോട്ട് ചെന്ന് ഫ്രീക്വൻസി ഹിറ്റ് ചെയ്യും. ഇനി നമഃ എന്ന് പറഞ്ഞ് ആ മന്ത്രം എൻഡ് ചെയ്യുമ്പോൾ നമഃ എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോഡിയിൽ എക്സസ് ആയിട്ട് ഉപയോഗിക്കുന്ന എനർജി വരുന്ന ചാക്ര പോയിന്റ്സ് അടയ്ക്കാനുള്ള സ്ഥലത്തേക്ക് എന്നൊരു ലിമിറ്റർ ചാക്ര പോയിന്റ്സ് ഉണ്ട്. അവിടേക്ക് അടച്ചോ എന്ന് പറയുന്ന സൗണ്ടാണ് നമഃ നമഃ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അടച്ചു, നമ്മുടെ ബോഡി ഹാർമണൈസ് ചെയ്തു, മൂലാധാരം മാത്രം കുലുക്കുവാണ്. അത്രയും വലിയ സയൻറ്റിഫിക് കണ്ടുപിടുത്തമാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. എന്നിട്ട് ഇതിനെയൊക്കെ സൂഡോ സയൻസ് എന്ന് പറയുന്നവരെ കമൻറ്റ് ചെയ്യുന്നവരെ ഞാൻ ബ്ലോക്ക് ചെയ്യും.
കേട്ടോ. അപ്പോൾ ഈ സൗണ്ട് നമ്മൾ ത്രോട്ടിൽ ചില സൗണ്ടുകൾ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഹാ 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 എന്നൊക്കെ പറയുമ്പോൾ ത്രോട്ടിൽ വരും. ചില സൗണ്ടുകൾ പാട്ട് പാടുമ്പോൾ നമ്മൾ തൊണ്ടയിൽ വരുന്നത് പോലെ തോന്നും, ചിലത് നമ്മുടെ ചെസ്റ്റിൽ നിന്ന് വരുന്ന പോലെ തോന്നും, ചിലത് നമ്മുടെ വയറ്റിൽ നിന്ന് വരുന്ന പോലെ തോന്നും. അപ്പം ഈ പല സൗണ്ടുകളും നമ്മൾ ഉച്ചാരിക്കുമ്പോൾ അത് പല സ്ഥലത്തു നിന്നുമാണ്. അത് മാപ്പ് ചെയ്ത് ഓർഗൻസിൽ നിന്ന് മാറി ചാക്ര പോയിന്റ്സ് കണ്ടുപിടിച്ച് ചാക്ര പോയിന്റ്സിൽ കിട്ടുന്ന സൗണ്ട് നമ്മൾ കണ്ടുപിടിച്ച് എഴുതി വെച്ചേക്കാണ്. ആൻഡ് ഇറ്റ് ഈസ് സയന്റിഫിക്കലി പ്രൂവൺ. മനസ്സിലായോ? അതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇത് സയൻസ് ആണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ലം എന്ന് പറയുന്ന സാധനം നമ്മുടെ ലോവർ സ്പൈനിൽ ഡയറക്റ്റ് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. അതാണ് രണ്ടാമത്തെ ഇത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള മാർഗം. മൂന്നാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ നേച്ചറുമായിട്ടും എർത്തുമായിട്ടും കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുക, വെളിയിൽ പോയി നേച്ചറുമായിട്ട് കണക്ട് ചെയ്യിക്കുക, എർത്തുമായിട്ട് കണക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂട്ട് ചാക്ര ആക്ടിവേറ്റ് ചെയ്യുന്നത് മാത്രമല്ല അത് ബാലൻസ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇത് റിയൽ ലൈഫിൽ നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ റിയൽ ലൈഫിൽ നിങ്ങൾക്കിത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നിങ്ങളുടെ റൂട്ട് ചാക്ര പോയി കിടക്കുകയാണ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് അല്ല അല്ലെങ്കിൽ നശിച്ച് കിടക്കുകയാണെന്ന് അറിയണമെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വറി ചെയ്യുന്നവരാണോ? നിങ്ങൾ വെറുതെ ഒരു കാര്യമില്ലാതെ ആങ്ഷ്യസ് ആവുന്നവരാണോ? അല്ലെങ്കിൽ അതും പോട്ടെ, നിങ്ങൾ വെറുതെ ഇരിക്കുകയാണ്, നിങ്ങളുടെ റൂമിലിരിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിലിരിക്കുകയാണ്, വെറുതെ അൺസേഫ് ആയിട്ട് തോന്നുക, ഞാൻ സേഫ് അല്ലാന്ന് തോന്നുക, അല്ലെങ്കിൽ അറിയാത്ത ഒരാൾ വന്ന് നമ്മളുടെ അടുത്ത് നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ആങ്സൈറ്റി, അയ്യോ ഞാൻ സേഫ് അല്ല, അങ്ങനെ ഒരു തോന്നൽ വരികയാണെങ്കിൽ, എപ്പോഴും വരുന്നുണ്ടെങ്കിൽ, അത് ഫൈനാൻഷ്യലി ആവാം, റിലേഷൻഷിപ്പിലാവാം, അല്ലെങ്കിൽ ഫിസിക്കാലിറ്റിയിലാവാം, അല്ലെങ്കിൽ ചുമ്മാ ഒരു പ്രശ്നവും ഇല്ലായിരിക്കും, വെറുതെ ഒരു അൺസേഫ് അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി, അല്ലെങ്കിൽ എനിക്ക് ഇന്നതില്ല, അയ്യോ അതെന്ത് ചെയ്യും, കോൺസ്റ്റൻ്റ്ലി യു ആർ ആങ്ഷ്യസ്, അതിനർത്ഥം നിങ്ങളുടെ റൂട്ട് ചാക്ര പൊട്ടിപ്പൊളിഞ്ഞ് പമ്പറായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മൂന്നും ചെയ്യുക. നിങ്ങളുടെ റൂട്ട്സ് സ്ട്രോങ് ആക്കുക. മനസ്സിലായോ? നിങ്ങളുടെ റൂട്ട്സ് സ്ട്രോങ് ആക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പകുതി പ്രശ്നവും തീരും. അത് കഴിഞ്ഞിട്ട് ബാക്കി 6 നിങ്ങൾ തൊട്ടില്ലേലും പ്രശ്നമില്ല. റൂട്ട് സ്ട്രോങ് ആക്കിയവർക്കാണ് ഇനി അടുത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ റൂട്ട്സ് സ്ട്രോങ് ആക്കിയിട്ട് എനിക്കിത് പോരാ, എനിക്ക് ഇനിയും വേണം, ഐ വോണ്ട് ടു എക്സ്പ്ലോർ മോർ എന്നുള്ളവർക്ക് ഇനി ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. രണ്ടാമത്തെ ചാക്ര. അപ്പോൾ രണ്ടാമത്തെ ചാക്ര പോയിന്റിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ദ സേക്രൽ ചാക്ര പോയിന്റ്. സേക്രൽ ചാക്ര പോയിന്റ്, അല്ലെങ്കിൽ നമ്മളുടെ സംസ്കൃതത്തിൽ അതിനെ പറ്റി പറയുന്ന പേരാണ് സ്വാധിഷ്ഠാന ചക്ര. സ്വാധിഷ്ഠാന ചക്രയാണ് നമ്മുടെ രണ്ടാമത്തെ ചാക്ര പോയിന്റ്. അതിനാണ് ദ വെൽ ഓഫ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ക്രിയേഷൻ്റെ ഉറവിടം എന്നൊക്കെ നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ സീറ്റ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഇരിക്കുന്ന സാധനം, ദ സീറ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി, പാഷൻ ആൻഡ് സെൻഷ്വൽ എനർജി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ചില്ല, അത് തന്നെയാണ്. അപ്പോൾ ഈ ചാക്ര പോയിന്റ് ഇരിക്കുന്നത് നമ്മളുടെ നേവൽ അല്ലെങ്കിൽ പൊക്കിളിൻ്റെ ജസ്റ്റ് ബിലോ ആയിട്ടാണ് ചാക്ര പോയിന്റ് നമ്മളുടെ ബോഡിയുടെ അകത്തിരിക്കുന്നത്. ഈ സ്വാധിഷ്ഠാന ചക്ര എന്തൊക്കെയാണ് ഗവേൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ പ്ലഷർ അനുഭവിക്കാനുള്ള എബിലിറ്റി, നമ്മളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള എബിലിറ്റി, അല്ലെങ്കിൽ പുതിയ തിങ്സ് ഉണ്ടാക്കാനുള്ള എബിലിറ്റീസിനെ പറ്റി മൂന്നും കൺട്രോൾ ചെയ്യുന്ന സാധനമാണ് ഈ രണ്ടാമത്തെ ചാക്ര അല്ലെങ്കിൽ സ്വാധിഷ്ഠാന ചക്ര. അപ്പോൾ ഈ സ്വാധിഷ്ഠാന ചക്രയാണ് എന്താ പറയുന്നത്, നമ്മളുടെ ഡിസയറുകളുടെയും പാഷൻ്റെയും ഒഴുക്ക് നിശ്ചയിക്കുന്നത്. നമ്മളുടെ ദേഹത്തുണ്ടാകുന്ന ഡിസയറുകൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ അല്ലെങ്കിൽ പാഷനുകൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സ്വാധിഷ്ഠാന ചക്രയാണ്. എന്ന് വെച്ചാൽ ഈ സാധനം സിംബലൈസ് ചെയ്യുന്നത് 6 പെറ്റലുള്ള ഒരു ലോട്ടസ് ആയിട്ടാണ് സിംബലൈസ് ചെയ്യുന്നത്. ഈ 6 പെറ്റൽസും ഇമോഷൻസിൻ്റെ 6 കേന്ദ്രീയങ്ങളെ പറ്റിയാണ് പറയുന്നത്. നമുക്കൊരാൾക്ക് 6 കേന്ദ്രീയങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് 1 ആങ്കർ, 2 ഹേറ്റ്രഡ്, 3 ജലസി, 4 ക്രുവലിറ്റി, 5 പ്രൈഡ്, 6 ഡിസയർ. ഈ 6 സാധനങ്ങളാണ് നമ്മുടെ സ്വാധിഷ്ഠാന ചക്ര കൺട്രോൾ ചെയ്യുന്ന 6 സാധനങ്ങൾ. അപ്പോൾ ഇതിനെ താന്ത്രിക് പ്രാക്ടീസുകളിൽ അല്ലെങ്കിൽ താന്ത്രിക് വേദാസിൽ ഇതിനെപ്പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിവൈൻ ഫെമിനിൻ എനർജി എന്നാണ് ഈ സ്വാധിഷ്ഠാന ചക്രയുടെ അതിലേക്കൂടെ പോകുന്ന എനർജിയെ പറ്റി പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഡിവൈൻ ഫെമിനിൻ എനർജി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ശക്തി എന്ന് നമ്മൾ പറയും. ഇപ്പം ശിവനും ശക്തി എന്ന് പറയുന്ന പോലെ ശിവൻ ഈസ് മാസ്കുലിൻ, ശക്തി ഈസ്
ഫെമിനിൻ. അപ്പോൾ ഈ ഡിവൈൻ ഫെമിനിറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ ഡിവൈൻ ഫെമിനിറ്റി അല്ലെങ്കിൽ ഈ ശക്തി എന്ന് പറയുന്ന സാധനം രണ്ട് സാധനത്തിനെ ഒരുപോലെ ഫ്യൂവൽ ചെയ്യും. ഈ സേക്രഡ് ഫോഴ്സ് രണ്ട് സാധനത്തിനെ ഒരുപോലെ ഫോഴ്സ് ചെയ്യുമെന്ന് പറയുന്ന രണ്ട് സാധനം, ഒന്ന് സെക്ഷുവൽ എനർജിയും രണ്ട് സ്പിരിച്വൽ അവേക്കനിങ്ങുമാണ്. നമ്മൾ വിചാരിക്കും ഇത് രണ്ടും രണ്ട് കോണിലുള്ള സാധനങ്ങളാണെന്ന്, യുവർ പ്രൈമൽ ഇൻസ്റ്റിങ്സും നമ്മുടെ സ്പിരിച്വൽ ഇൻസ്റ്റിങ്സും. പക്ഷെ അത് രണ്ടും സ്വാധിഷ്ഠാന ചക്രയാണ് കൺട്രോൾ ചെയ്യുന്നത്. രണ്ടാമത്തെ ചക്ര യുവർ സെക്ഷുവൽ എനർജി ആൻഡ് യുവർ സ്പിരിച്വൽ അവേക്കനിങ്. അപ്പം തന്ത്ര പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വാധിഷ്ഠാന ചക്ര ശക്തി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ രണ്ടും ഡിവൈൻ പ്രോസസ്സുകളാണെന്നാണ് പറയുന്നത്. ദ ആക്ട് ഓഫ് സെക്സ് ആൻഡ് ദ ആക്ട് ഓഫ് സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെൻറ്റ്, ഇത് രണ്ടും ഡിവൈൻ പ്രോസസ്സുകളാണെന്നാണ് പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഒന്നാമത്തെ പ്രോസസ്സിൻ്റെ അർത്ഥം യു ആർ ക്രിയേറ്റിംഗ് എ ന്യൂ സോൾ. മനസ്സിലായോ? പുതിയതായിട്ടൊരു സോളിനെ നമ്മൾ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള ഡിവൈൻ ആക്റ്റാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള സോളിനെ നമ്മൾ അവേക്കൻ ചെയ്ത് വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന സാധനമാണ് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ സെക്സ് അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ് എന്നൊക്കെ ചുമ്മാ പറയുമെങ്കിലും ആ സാധനം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് എന്ത് പവർഫുൾ ആണെന്നാണ്. മനസ്സിലായോ? യു മേക്കിംഗ് എ ന്യൂ സോൾ. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ സ്പിരിച്വൽ അവേക്കനിങ്ങും ഈ കാമയും സെക്ഷൽ എനർജിയും എല്ലാം ലിങ്ക് ആയിട്ട് കിടക്കുന്നത്. ഈ സെക്ഷൽ എനർജി നമ്മൾ കൂടുതലും സെക്ഷൽ പ്രാക്ടീസസിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പിരിച്വൽ കാര്യത്തിന് ഉപയോഗിക്കാനുള്ള എനർജി കുറഞ്ഞ് വരും. മനസ്സിലായോ? അപ്പം രണ്ടും, സെക്സിനും സ്പിരിച്വാലിറ്റിക്കും നിങ്ങൾക്ക് രണ്ടിനും ഒരു എനർജി ബോക്സേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. രണ്ടിടത്തോട്ട് ഉപയോഗിച്ചാലും മറ്റേതിന് ഉപയോഗിക്കാൻ ഇത് തീർന്നു പോകും. അതുകൊണ്ടാണ് അൾട്ടിമേറ്റ് സ്പിരിച്വൽ പ്രാക്ടീസേഴ്സ് ആയിട്ട് ഉള്ളവർക്ക് 2-3 കാര്യങ്ങൾ പാലിക്കണം. ബ്രഹ്മചര്യ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബ്രഹ്മചര്യ എന്ന് പറഞ്ഞാൽ സെലിബസി എന്ന് പറയും. സെലിബസി എന്ന് പറഞ്ഞാൽ ജീവിതകാലം അവർ സെക്സ് എന്ന് പറയുന്ന കാര്യത്തിൽ ഏർപ്പെടത്തില്ല, അവർക്ക് പാർട്ട്ണർ ഇല്ല, അതിനെപ്പറ്റി ചിന്തിക്കത്തോലും ഇല്ല എന്ന് പറഞ്ഞാൽ സീമൻ റിട്ടൻഷൻ. അതാണ് അവർ പറയുന്നത്. ഒരു തുള്ളി ശക്തി പോലും ചോർന്നു പോവാതെ അത് ഫുള്ള് സ്പിരിച്വൽ അവേക്കനിങ്ങിന് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ അത് എല്ലാവർക്കും വേണ്ടിയുള്ള കാര്യമൊന്നുമല്ല. അത് അവർക്ക് അതിൻ്റേതായ ഗുണങ്ങൾ എനിക്ക് കിട്ടും എന്നുള്ളവർക്ക് മാത്രം അത് നോക്കിയാൽ മതി. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കണമെന്നേ യഥാർത്ഥത്തിലുള്ളൂ. ഇപ്പോൾ താന്ത്രയായാലും വേദയായാലും എല്ലാ ഉപനിഷത്തുകളും പറയുന്നത് ഇത് ബാലൻസ് ആയിട്ട് ഇരിക്കുന്നതാണ് എല്ലാത്തിനും നല്ലത്. രണ്ടും വേണം. അപ്പോൾ ബാലൻസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ ഇൻസ്പയർഡ് ആയിരിക്കും എപ്പോഴും. എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ചെയ്യാനും നമുക്ക് ഒരു ഇൻസ്പിറേഷൻ വരും. എന്ന് പറഞ്ഞാൽ ഞാൻ പച്ച മലയാളത്തിൽ പറയുവാണെങ്കിൽ വെൻ യു ആർ ഗോയിങ് ടു ഹാവ് എൻ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ആക്ട് ഓഫ് ഇൻറ്റിമസി നടക്കാൻ പോകുന്നെങ്കിൽ യു ആർ വെരി മോട്ടിവേറ്റഡ് ആൻഡ് യു ആർ ജമ്പിങ് ഇൻ. ഒരു കാമ എന്ന് പറയുന്ന ഒരു സാധനം വരത്തില്ലേ, അത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ നാളെ ജോലിക്ക് പോകുമ്പോൾ അതുപോലെ ഒരു ഫീലിംഗ് നിനക്ക് ജോലിക്ക് പോകാൻ തോന്നുവാണെങ്കിൽ, നീ നാളെ ഒരു ബിസിനസ് ഉണ്ടാക്കാൻ നോക്കുക. ആ ബിസിനസ്സിന് നീ നിന്റെ പാർട്ട്ണറിനോട് സെക്സ് ചെയ്യാൻ പോകുന്ന അതേ ആസക്തിയാണെങ്കിൽ ഇമാജിൻ ദ റിസൾട്ട് ഓഫ് ദാറ്റ് ബിസിനസ്. മനസ്സിലായോ? അത് ഭയങ്കരമായിരിക്കും. അപ്പം അതാണ് പറയുന്നത്, ഇത് ബാലൻസ്ഡ് ആയിട്ടിരുന്നാൽ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിരിക്കും, ഇമോഷണലി നമ്മൾ ഫ്ലൂയിഡ് ആയിരിക്കും. അതാണ് ഏറ്റവും രണ്ടാമത്തെ വലിയ പോയിന്റ്. ഇമോഷണലി ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പെട്ടെന്ന് ഒരു ഫയൽ കൊടുക്കാൻ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ റോഡിൽ നിന്ന് ഒരു കുഞ്ഞ് തറയിൽ വീണ് കാല് മുറിയുന്നത് കണ്ടു. അപ്പോഴത്തേന് ഞാൻ ഓടിപ്പോയി, എനിക്ക് വിഷമം വന്ന് ഓടിപ്പോയി കുഞ്ഞിനെ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് വിഷമിച്ചു. 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകണം, ഞാൻ കുഞ്ഞിൻ്റെ കാര്യം മറക്കണം. മനസ്സിലായോ? ഐ വാസ് വെരി ഫ്ലൂയിഡ്. എനിക്ക് വിഷമം വരുമ്പം വിഷമവും വരണം, വിഷമം പോയി ജോലിക്ക് വരുമ്പം ഞാൻ ജോലിക്കാരനും ആവണം. ആ സാധനം വരണം. അല്ലാതെ ഒരു കുഞ്ഞ് ജോലിക്ക് വീണെന്നും പറഞ്ഞുകൊണ്ട് ഇനി 4 ദിവസം അത് ആലോചിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അത് രണ്ടാമത്തെ പോയിന്റാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ പ്ലഷേഴ്സും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കഴിവ് തരും. ചിലവർക്ക് അത് കിട്ടത്തില്ല, ചിലവർക്ക് സന്തോഷം വരത്തില്ല, ചിലവർക്ക് സങ്കടം വരത്തില്ല, ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കും. മനസ്സിലായോ? അതും പാടില്ല, എല്ലാം വേണം. അപ്പോൾ ഈ രണ്ടാമത്തെ സ്വാധിഷ്ഠാന ചക്ര ബ്ലോക്ക്ഡ് ആയിട്ടോ അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ആയിട്ടോ ഇരിക്കുകയാണെങ്കിൽ, നമ്മൾ ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്, അൺബാലൻസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ആയിട്ടോ ഇരിക്കുകയാണെങ്കിൽ, ബ്ലോക്ക് സംഭവിച്ചാൽ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഗിൽട്ട് സംഭവിക്കും.
എന്ന് പറഞ്ഞാലും അയ്യോ അത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് വേണ്ടായിരുന്നു, അയ്യോ ഇത് പാടില്ലായിരുന്നു, അങ്ങനെയുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. രണ്ടാമത് റിപ്രഷൻ സംഭവിക്കും. നമ്മൾ നടന്ന കാര്യങ്ങളെപ്പറ്റി പിന്നെയും റിപ്പീറ്റായിട്ട് വരും, അതിനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും, നമ്മളുടെ മൂഡും കാര്യങ്ങളും എല്ലാം നശിച്ചുകൊണ്ടിരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി നശിക്കും. നമുക്ക് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. നമ്മളിപ്പോൾ എവിടെ ഇരിക്കുന്നോ അവിടെ തന്നെ ഇരിക്കും. എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങളിപ്പോൾ 3 വർഷം മുന്നേ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്ന ജോലിയും ശമ്പളവും എല്ലാം ഇതാണെങ്കിൽ യുവർ സ്വാധിഷ്ഠാന ചക്ര ഈസ് ഫക്ഡ് അപ്പ്. മനസ്സിലായോ? അതാണ് വേദിക് സയൻസ് പറയുന്നത്, ഞാൻ പറയുന്നില്ല, വേദിക് സയൻസ് പറയുന്നത്. അപ്പോൾ ഈ ഞാൻ പറയത്തില്ലേ, ഈ മലയാളത്തിൽ ബോയ്സിന് കുറച്ചും കൂടെ റിലേറ്റ് ആവുന്ന കാര്യമാണ് ലൈക്ക് മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന ഒരു ഗിൽറ്റി പ്ലഷറാണ്. അപ്പം ആ സംഭവം ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ശക്തി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നതെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ ആക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആണുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഗിൽറ്റ് ഫീൽ ചെയ്യും. ലൈക്ക് ഇത് വേണ്ടായിരുന്നു, ഐ ഷുഡൻ ഹാവ് ഡൺ ഇറ്റ് എന്ന് പറയുന്ന ഗിൽറ്റ് ഫീൽ ചെയ്യുന്നത് ആ സമയത്ത് ഉന്നയുടെ സ്വാധിഷ്ഠാന ചക്ര ബ്ലോക്ക് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ബാഡായിട്ട് ഇൻഫ്ലുവൻസ് വരുന്നതാണ്. ഇനിയും അടുത്തതായിട്ട് നമുക്ക് ഈ സ്വാധിഷ്ഠാന ചക്ര അല്ലെങ്കിൽ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡിസയർസിനെ, നമ്മളുടെ ഈ ആഗ്രഹങ്ങളെ നമ്മൾ ഡിവൈൻ ക്രിയേഷൻസ് ആയിട്ട് മാറ്റാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സാധനം എങ്ങനെ അൺലോക്ക് ചെയ്യണമെന്നും അവർ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, എംബ്രേസ് മൂവ്മെൻറ്റ്. സ്വാധിഷ്ഠാന ചക്ര അല്ലെങ്കിൽ സെക്കൻഡ് ചക്ര, സേക്രൽ ചക്ര അൺലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഉപനിഷത്തുകൾ എഴുതിയേക്കുന്നതാണെന്ന് വെച്ചാൽ, ഒന്ന്, എംബ്രേസ് മൂവ്മെൻറ്റ്സ്. മൂവ്മെൻറ്റ് എംബ്രേസ് എന്ന് പറഞ്ഞാൽ ബോഡിയും മൈൻഡും ഫ്ലൂയിഡ് പോലെ ആക്കുക, ക്ലാസിക്കൽ ഡാൻസുകൾ ചെയ്യുക, യോഗ ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാൻസും യോഗയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ പല ചാക്ര പോയിൻറ്റ്സും അനങ്ങുകയും വലിക്കുകയും നിവരും ഒക്കെ ചെയ്യും. അതൊരു ബാലൻസ് ആയിട്ട് വരുമെന്നും, അപ്പം ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഈ സ്വാധിഷ്ഠാന ചക്ര കുറച്ചും കൂടെ കൺട്രോൾഡ് ആയിട്ടിരിക്കുമെന്നും പറയുന്നുണ്ട്. രണ്ടാമത്, വാട്ടർ എന്ന എലമെൻറ്റുമായിട്ട് കൂടുതൽ കണക്ഷൻ കണ്ടെത്തുക. അതിപ്പോൾ നിങ്ങൾ കുടിക്കുന്ന രീതിയിലാണോ അല്ലെങ്കിൽ കുളിക്കുന്ന രീതിയിലാണോ എന്ത് രീതിയിലാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. എനിക്ക് അറിയാവുന്നതും വായിക്കാവുന്നതും എനിക്ക് പറഞ്ഞു തരാനേ പറ്റും. മൂന്നാമത്തെ കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞ ലം എന്ന സൗണ്ട് പോലെ ഇവിടെ വേറൊരു സൗണ്ട് ഉണ്ട്, VAM, വാം എന്ന സൗണ്ടാണ് വരുന്നത്. VAM വാം എന്ന് പറഞ്ഞാൽ, വാം എന്ന് പറയുന്ന ഫ്രീക്വൻസി കറക്റ്റായിട്ട് നമ്മളുടെ സ്വാധിഷ്ഠാന ചക്രയിൽ അല്ലെങ്കിൽ നമ്മളുടെ നേവലിൻ്റെ താഴെയാണ് ഇത് കറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, വെറുതെ വാം, VAAHM, ഓം എന്ന് പറയുന്ന പോലെ വാം എന്ന് പറയണം. 108 തവണ 5 മിനിറ്റ് തൊട്ട് 10 മിനിറ്റ് തൊട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസി അവിടെ കിടന്ന് ഒരു രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത ആ സാധനം പൊടി തട്ടി ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്ത് ഒന്ന് ക്ലീനായി കിട്ടും. അത് ക്ലീനായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ എന്തൊക്കെയോ ചേഞ്ചസ് വരുന്നുണ്ട്. ഇന്ന് രാവിലെ എന്തിനാണ് ഞാൻ നേരത്തെ എണ്ണീറ്റത്, എനിക്കിന്ന് ജോലിക്ക് പോകാൻ മടിയായിരുന്നല്ലോ, വൈ ഡിഡ് ഐ വേക്ക് അപ്പ് സോ എയർലി എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള കാര്യങ്ങളും റിസൾട്ടും കണ്ട് വരുമ്പോഴാണ് ഈ ആളുകൾ സ്ഥിരമായിട്ട് ഈ കാര്യങ്ങൾ ചാൻറ്റ് ചെയ്യാനും മെഡിറ്റേറ്റ് ചെയ്യാനും ഒക്കെ പോകുന്നത്. അല്ലാതെ വെറുതെ രാവിലെയൊക്കെ എണീറ്റ് മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്ക് വട്ടൊന്നുമില്ല. അവർക്ക് റിസൾട്ട് കാണുന്നതുകൊണ്ടാണ് അവർ പിന്നെയും അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം റിയൽ ലൈഫിൽ നിങ്ങൾക്കിത് എങ്ങനെയാണ് ഈ സാധനം ഫക്ഡപ്പായി കിടക്കുകയാണെന്ന് മനസ്സിലാക്കേണ്ടതെന്നുള്ളെങ്കിൽ, നിങ്ങൾ ഇമോഷണലി വളരെ നമ്പാണോ എങ്കിൽ നിങ്ങൾക്ക് വലിയ ഇമോഷൻസ് ഒന്നും വരത്തില്ല. എന്തു വന്നാലും നോക്കാം, ഇങ്ങനൊരു സ്വഭാവമാണ്. അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ഓവർലി അറ്റാച്ച്ഡ് ആണോ? മനസ്സിലായോ? എനിക്ക് അവനില്ലാതെ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഇവളില്ലാതെ പറ്റത്തില്ല. ഓവർലി അറ്റാച്ച്മെൻറ്റ്. ഒന്നെങ്കിൽ നോ ഫീലിങ്സ് അല്ലെങ്കിൽ ടു മച്ച് ഫീലിങ്സ്. ഇത് രണ്ടിലേതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ സ്വാധിഷ്ഠാന ചക്ര ഈസ് ഇൻ പ്രോബ്ലം. അപ്പോൾ അത് റിലേഷൻഷിപ്പിലായിരിക്കാം. റിലേഷൻഷിപ്പിൻ്റെ കാര്യം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഓവർ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഓവർ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് സ്വാധിഷ്ഠാന ചക്ര പ്രശ്നത്തിലാണ്. ഞാൻ നേരത്തെ അത് ബാലൻസ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ഓപ്പൺ ചെയ്യുക, ബാലൻസ് ചെയ്യുക. നമുക്ക് അടുത്ത മൂന്നാമത്തെ ചാക്രയിലേക്ക് പോവാം. അടുത്ത ചാക്രയാണ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാക്രാസ് ഇൻ ദിസ് എപ്പിസോഡ്, ദ സോളാർ പ്ലെക്സസ് എന്ന് പറയുന്ന ചാക്ര, അല്ലെങ്കിൽ മണിപ്പുര ചാക്ര എന്ന് പറയും. മണിപ്പുര എന്നാണ് അതിന് പറയുക. ആ ചാക്രയെ ആട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് ദ ഫയർ ഓഫ് ദ സോൾ.
സോൾ എന്ന് പറയുന്ന ഒരു സാധനത്തിന് നമുക്ക് എന്താണെന്ന് അറിയത്തില്ല, നമുക്കത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ആ സാധനത്തിൻ്റെ ഫയറാണ് മണിപ്പുര ചക്ര എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എവറി ഏൻഷ്യൻ സിവിലൈസേഷനകത്തും തീക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തേക്കുന്നത്. എല്ലാ ഏൻഷ്യൻ സിവിലൈസേഷൻസ് ആണെങ്കിലും ഇപ്പം തീ വെച്ച് നമുക്ക് മെറ്റൽ ഫോർജ് ചെയ്യാനാണെങ്കിലും തീ വേണം, അല്ലെങ്കിൽ വെപ്പൺസ് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര മാസ്കുലിനായിട്ട് വാറിനൊക്കെ പോകുന്നവർക്കും വെപ്പൺസ് ഉണ്ടാക്കാനും തീ വേണം. അതുപോലെ തന്നെ രാത്രിയിൽ അമ്പലങ്ങളിൽ വെളിച്ചം വരുത്താനും നമുക്ക് തീ വേണം. അതുപോലെ തന്നെ ഇരുട്ടിൻ്റെ ആസ്പെക്ട്സിനെ ഓടിക്കാനും നമുക്ക് തീ വേണം. അതുകൊണ്ട് പല പല കാര്യങ്ങൾക്ക് നമ്മൾ തീ ഭയങ്കരമായിട്ട് ഉപയോഗിച്ചിരുന്നു. അതുപോലെ അതേ കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട തീ നമ്മളുടെ ഉള്ളിലുമുണ്ട്. ഒരാളെ എന്തെങ്കിലും അപകടപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ തീ ഉപയോഗിക്കേണ്ടി വരും. നമ്മളുടെ ഉള്ളിലെ ഡാർക്ക്നെസ്സിനെ അകറ്റാൻ നമുക്ക് ആ തീ ഉപയോഗിക്കേണ്ടി വരും. നമ്മളുടെ ഉള്ളിലെ ചില ഭാഗങ്ങൾ നമുക്ക് തന്നെ അറിയാൻ വേണ്ടി, ഇലുമിനേറ്റ് ചെയ്യാൻ വേണ്ടി ആ തീ ഉപയോഗിക്കേണ്ടി വരും. ആ തീയുടെ പേരാണ് മണിപ്പുര ചക്ര അല്ലെങ്കിൽ സോളാർ പ്ലെക്സസ്. ഈ സാധനമാണ് നമ്മുടെ വിൽ പവറിൻ്റെ കോറായിട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മണിപ്പൂര ലൊക്കേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളുടെ നേവൽ അല്ലെങ്കിൽ പൊക്കിളിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് സോളാർ പ്ലെക്സസ് ചാക്ര അല്ലെങ്കിൽ മണിപ്പുര ചാക്ര വരുന്നതെന്നും അത് നമ്മളുടെ ഉള്ളിലെ സൂര്യനാണത്, നമ്മളുടെ ഉള്ളിലെ കത്തുന്ന സൂര്യനാണ്. എന്ന് പറഞ്ഞാൽ ആ സൂര്യൻ റേഡിയേറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? ആ സൂര്യനിൽ നിന്ന് നമുക്ക് വന്ന് വീഴുന്നത് കോൺഫിഡൻസും ഡിറ്റർമിനേഷനും വൈറ്റാലിറ്റിയാണ്. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തി, ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുക, വേറൊന്നുമില്ല. വൈറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഞ്ചിവിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ നമ്മളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളോ ഇതിനെയെല്ലാം ഇത് എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ചാക്ര ആർക്കൊക്കെയാണ് കൂടുതലായിട്ട് മണിപ്പുര ചാക്ര വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വാരിയേഴ്സിനും ലീഡേഴ്സിനും യുദ്ധത്തിന് പോകുന്നവർക്കൊക്കെയാണ് മണിപ്പുര ചാക്ര ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നത്. അതുപോലെ തന്നെ കൂടി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ ഉണ്ട്, നമ്മൾ സ്വന്തമായിട്ട് അവരവരുടെ ഡെസ്റ്റിനി കണ്ടുപിടിക്കാൻ പോകുന്നവർ. എന്ന് പറഞ്ഞാൽ സൊസൈറ്റി എന്ത് പറയുന്നു അത് കേൾക്കത്തില്ല. സ്വന്തമായിട്ട് നിങ്ങൾ ഭയങ്കര റിബലാണോ, നിങ്ങൾ വാഗബൗണ്ട് ആണോ, എനിക്ക് ആരുടെയും ഇത് വേണ്ട, ഞാൻ സ്വന്തമായിട്ട് ചെയ്യും, എനിക്ക് ജോലി ചെയ്യാൻ വേണ്ട, എനിക്ക് ഐ എം വർക്കിംഗ് ഫ്രീലാൻസ് എന്നൊക്കെ പറയുന്നവരുടെ മണിപ്പുര ചാക്ര തുറന്നിരിക്കുകയാണെന്നാണ് അതിനർത്ഥം. ഓൺട്രപ്രനേഴ്സ്, ബിസിനസ്സുകാർ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ് ചെയ്യുന്നവർ, അവരുടെയൊക്കെ മണിപ്പുര തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഏൻഷ്യൻ താന്ത്രിക് ടീച്ചിങ്സിൽ മണിപ്പുരയെ പറ്റി പറയുന്നത് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നതിൻ്റെ ഇരിപ്പിടമെന്നാണ് പറയുന്നത്. ആ മണിപ്പുരയിലാണ് ഒരാളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരാളെന്ന രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ റോ ഇൻസ്റ്റിങ്ക്റ്റുകളിൽ നിന്ന് ഇവോൾവായി ഡിറക്റ്റഡ് ആക്ഷൻസിലേക്ക് മാറുന്ന ആൾ. എന്ന് പറഞ്ഞാൽ എപ്പോഴും കമാൻഡ് എടുക്കുന്ന ഒരാൾ പറയുകയാണ്, ഓക്കെ വെയിറ്റ്, ഇനി കമാൻഡ് വേണ്ട, ഞാൻ ചിന്തിച്ച് ഞാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തോളാം. ആനിമൽസ് ആണ്, കുരങ്ങന്മാരാണ് എപ്പോഴും കമാൻഡുകൾ എടുത്തിട്ട് അതുപോലെ ചെയ്യുന്നത്, പ്രീതിപ്പെടുത്താൻ വേണ്ടി, ബാക്കിയുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയും സൊസൈറ്റിയുടെ നോംസ് അനുസരിക്കാൻ വേണ്ടിയൊക്കെ പ്രീതിപ്പെടുത്തുന്ന കാര്യമാണ് റോ ആനിമൽ ഇൻസ്റ്റിങ്സ്. അത് ഇല്ലാതായി സ്വന്തമായിട്ട്, അത് ചിലപ്പം സൊസൈറ്റിയെ വെറുപ്പിക്കും, ചിലപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരെയും വെറുപ്പിക്കും, നമ്മളുടെ പാർട്ട്നേഴ്സിനെ വെറുപ്പിക്കും. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ നിയോഗം എൻ്റെ ഡെസ്റ്റിനിയാണ് എന്ന് പറഞ്ഞിട്ട് സിനിമ പറയുന്ന പോലെ ചെയ്യുന്നവരുടെ മണിപ്പുര ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടുള്ള ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ആനിമൽ ടു മെൻ, മെൻ ടു ഗോഡ്സ്, അങ്ങനെയാണ് മണിപ്പുര എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ആൻഡ് ബാലൻസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ഇന്നർ സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് കൂടും. നമ്മൾ ഭയങ്കര റെസിലിയൻ്റ് ആവും. റെസിലിയൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ക്വാളിറ്റിയാണ്. നമ്മളിപ്പോൾ ഒന്ന് തോറ്റുപോയാൽ, നമ്മളൊന്ന് വീണു പോയാൽ അവിടെ കിടന്ന് കരയത്തില്ല, നമ്മൾ അടുത്ത മിനിറ്റ് എണ്ണീക്കും, എന്നിട്ട് അടുത്ത ഓട്ടത്തിന് പോകും, അടുത്ത ഓട്ടത്തിന് ചേരും. അപ്പോൾ അതാണ് റെസിലിയൻസ്. അതുപോലെ തന്നെ അൺസ്റ്റോപ്പബിൾ വിൽ പവറാണ്. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ എതിരെ നിന്നാലും അതങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. അത് അങ്ങനെയുള്ളൊരു മൂഡിലേക്ക് നമ്മൾ മാറും. അതാണ് ഇത് ആക്ടിവേറ്റ് ആയിട്ട് ബാലൻസ് ആയിട്ട് പോയി കഴിഞ്ഞാലുള്ള ഗുണം. അതേസമയം ഇത് ബ്ലോക്ക് ആയി കഴിഞ്ഞാലോ, ഇത് അൺബാലൻസ്ഡ് ആയിട്ട് ഇതിലേക്കൂടെ എനർജി അല്ലെങ്കിൽ ചാക്ര പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ, പ്രാണ പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ സെൽഫ് ഡൗട്ട് ഉണ്ടാവും. നേരത്തെ ഡിറ്റർമിനേഷൻ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, എനിക്കിതെല്ലാം ഡൗട്ടാണ്. രണ്ടാമത്തത് ക്രിയേറ്റ് ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇൻസെക്യൂരിറ്റി ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്യും. മൂന്നാമത് പേഴ്സണൽ അക്നോളജ്മെൻറ്റ് ഇല്ലാതാവും. എന്ന് പറഞ്ഞാൽ നേരത്തെ നമുക്ക് ഡിറ്റർമിനേഷൻ വരും, അത് ചെയ്യും, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും, ഞാൻ ബിസിനസ്മാൻ ആവും അല്ലെങ്കിൽ ഓൺട്രപ്രനർ ആവും, എനിക്ക് ഇത് വേണ്ട എന്നൊക്കെ പറയുന്നവന് സെൽഫ് ഡൗട്ട് ആവും.
സെൽഫ് ഡൗട്ട് ആയി ഒന്നും ചെയ്യാൻ പറ്റാതാവും. ഇൻസെക്യൂർ ആവും. എന്ന് പറഞ്ഞാൽ അയ്യോ അവൻ എന്ത് വിചാരിക്കും, ഇവൻ എന്ത് വിചാരിക്കും, എന്നെപ്പറ്റി അവൻ അങ്ങനെ വിചാരിച്ചാലോ എന്ന് പറഞ്ഞ് വാഴയ്ക്കുകയും ചെയ്യാതെ വീട്ടിലിരിക്കും. എന്നിട്ട് അത് മാത്രമല്ല, സ്വയം തന്നെത്താനും ഒരു വിലയില്ലാതാവും. നമ്മളെങ്കിലും ഇച്ചിരി വില കൽപ്പിച്ചാലല്ലേ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ സാധനം ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി, ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി 2-3 രീതികളുണ്ട്. അതും താന്ത്രയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പറയുന്നതല്ല. ഒന്ന്, ബ്രീത്ത് വർക്ക് അല്ലെങ്കിൽ ബ്രെത്ത് വർക്ക് നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യുക. ഹാർനസിങ് ദ പവർ ഓഫ് ബ്രെത്ത് വർക്ക് എന്നാണ് അതിൽ പറഞ്ഞേക്കുന്നത്. പ്രാണായാമ, ഭസ്ത്രിക ഇതുപോലുള്ള സാധനങ്ങൾ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ബ്രീത്തിങ് ടെക്നിക്കുകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ മറ്റേ ചോരത്തിളപ്പ് നമുക്കറിയാൻ പറ്റും. നമ്മൾ കിടന്ന് കത്തും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും. രണ്ടാമത്, സൺ എക്സ്പോഷറും സൂര്യ നമസ്കാരവും ഒക്കെ ചെയ്യാം. സൺ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് വെയിലത്ത് പോയി കരിയാനല്ല പറയുന്നത്. രാവിലെ 6 മണിക്കൊക്കെ ചെന്ന് യു ഗെറ്റ് ഹാഫ് ആൻ അവർ സൺലൈറ്റ്, നല്ല ചുമന്ന സൺലൈറ്റ് അടിക്കുമ്പോൾ നമ്മളുടെ ബോഡിയിലേക്ക്, ഈ ചാക്ര പോയിന്റിലേക്ക് വേണ്ടുന്ന എനർജീസ് ആ സണ്ണിൻ്റെ രാവിലത്തെ റൈസിലുണ്ട്. നമുക്ക് വൈറ്റമിൻ ഡി എന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും. വൈറ്റമിൻ ഡി കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് ഇപ്പോൾ ഡിപ്രഷൻ വരെ വരുന്നുണ്ട്. സോ ഡിപ്രഷൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റാണ് ഇത് വരുന്നത്. അപ്പോൾ ദിസ് ഈസ് ഓൾ സയൻറ്റിഫിക്കലി ബാക്ക്ഡ്. അപ്പോൾ സൺലൈറ്റ് കിട്ടുക, സൂര്യ നമസ്കാരം ചെയ്യുക, ചാക്ര പോയിന്റ്സ് ഒക്കെ ഓണാക്കുക. മൂന്നാമത്തെ കാര്യമാണ് RAM എന്ന് പറയുന്ന, റാം എന്ന് പറയുന്ന ഫ്രീക്വൻസി. റാം എന്ന് പറയുന്ന ഫ്രീക്വൻസി ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ മണിപ്പുരയിലാണ്, നമ്മളുടെ സോളാർ പ്ലെക്സസിലാണ്. എന്ന് പറഞ്ഞാൽ സൂര്യനിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. നമ്മളുടെ മിത്തോളജിയിലും രാമനെ പറ്റി പറഞ്ഞ ഈസ് കം ഫ്രം സൂര്യവംശിയാണ്. സൺ ഗോഡ് രാമൻ എന്നാണ് നമ്മളെ അവിടെയും പറയുന്നത്. അപ്പം ദീസ് ആർ ഓൾ കണക്റ്റഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളിത് ഒന്ന് ചെയ്തു നോക്കുക. ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് മണിപ്പൂര വിഷ്വലൈസ് ചെയ്യുക. മണിപ്പൂര എന്ന് പറയുന്നത് നമ്മുടെ പൊക്കിളിൻ്റെ മുകളിൽ എവിടെയോ ഒരു സ്ഥലമാണ്. അതൊന്ന് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് റാം, RAAMMM എന്നുള്ള സാധനം വളരെ പതുക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ട് ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ദൈവമേ ഇത് തൊണ്ടേന്നും അല്ല, ഇത് വയറ്റിനടിയെന്നും അല്ല, ഇത് തലേന്നും അല്ല, കറക്റ്റ് പൊക്കിളിൻ്റെ മുകളിലാണല്ലോ ആ സൗണ്ട് വന്ന് ഹിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ കറക്റ്റ് അവിടെ തന്നെയാണ് ഇത് വരുന്നത്. അത് മാത്രമല്ല, 4ാമത്തെ പോയിന്റ്, ഇത് ഉണർത്താൻ വേണ്ടി 4ാമത്തെ പോയിന്റ് ആയിട്ടുള്ളതാണ് ഡിസിപ്ലിൻ, കറേജ് ആൻഡ് സെൽഫ് മാസ്റ്ററി. എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഡിസിപ്ലിനും ഭയങ്കരമായ ധൈര്യം. ആവശ്യമില്ലാത്ത സ്ഥലത്ത്, ഇപ്പം എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ്, എനിക്ക് പേടിയുള്ള ഒരു സാധനം ഞാൻ മുന്നിൽ കാണുമ്പം ഞാൻ ധൈര്യമുള്ള പോലെ അഭിനയിച്ചിട്ട് നിൽക്കുവാന്ന് വെച്ചോ, ധൈര്യമുള്ള പോലെ അഭിനയിച്ചിട്ട് അതിനെ നേരിടുന്നതും ധൈര്യമാണ്. ആക്ടിങ് കറേജസ് ഈസ് ആക്ച്വലി കറേജസ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ എന്താ പറയുന്നത്, സോളാർ പ്ലെക്സസ് അല്ലെങ്കിൽ മണിപ്പൂര ചക്ര ഉണർത്താൻ പറ്റും. ഉണർത്തിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് പവർ വരും. യു വിൽ കോൺക്വർ മെനി തിങ്സ്. അപ്പോൾ ഈ റിയൽ ലൈഫിൽ മണിപ്പൂര ചക്ര ഡാമേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കി മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താ ഇനി ചെയ്യേണ്ടതെന്ന് ഒരു കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ഇന്നതുപോലെ ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടും, എൻ്റെ ഈ കാര്യങ്ങൾ ഞാൻ ചെയ്യണം, അത് ചെയ്യണം, എല്ലാം പ്ലാൻഡ് ആയിരിക്കും. പക്ഷേ ഒരു ആക്ഷൻ പോലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളെല്ലാം പ്ലാൻഡ് ആണ്. ഇത് നിങ്ങളുടെ മണിപ്പൂര ചക്ര ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ വിൽ പവർ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കില്ല. മാത്രമല്ല ജഡ്ജ്മെൻറ്റിനെ നിങ്ങൾക്ക് ഫിയർ ആണ്. ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അഥവാ പാളിപ്പോയാൽ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റേവർ കളിയാക്കില്ലേ, അവർ ഇത്രയും വർഷമായിട്ട് അതിന് നോക്കിയിരിക്കുമല്ലേ. ഇത് ജസ്റ്റ് നിങ്ങളുടെ ഒരു സ്ഥലത്തൂടെ പ്രാണ പോവാത്തതുകൊണ്ട് ഉണ്ടാകുന്ന തോന്നൽ മാത്രമാണ്. നിങ്ങൾ അതിലേക്കൂടെ പ്രാണ വിട്ടു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒരു പ്രശ്നവുമില്ല, നിങ്ങളെ ഒന്നും തടഞ്ഞു വെക്കത്തില്ല. പ്രോക്രാസ്റ്റിനേഷൻ വരും, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലായ്മ വരും, നിങ്ങൾക്ക് വിൽ പവർ നഷ്ടപ്പെടും. ഈ സാധനങ്ങൾ മണിപ്പൂര ചക്ര ഇല്ലാത്തതാണ് നമ്മളുടെ ഭാരതത്തിലെ 90% പേരുടെയും പ്രശ്നം. ഓപ്പൺ ആയിട്ട് ഞാൻ പറയുകയാണ്, ഇത് നിങ്ങൾക്ക് മണിപ്പൂര ചക്രയിൽ നിങ്ങൾക്ക് പ്രാണ ചെല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും, ഞാനും നിങ്ങളും എല്ലാവരും എന്താ പറയുന്നത്, ഒരു രീതിയിൽ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് സ്വപ്നങ്ങൾ മാത്രവും നമുക്ക് ചിന്തകൾ മാത്രമേ ഉള്ളൂ, ഒന്നും യാഥാർത്ഥ്യമാക്കി വരാത്തത്. അപ്പോൾ മണിപ്പൂര നിങ്ങൾക്ക് ഉണർത്തിയാൽ നിങ്ങൾക്ക് മാജിക് വർക്ക് ചെയ്യുന്ന അറിയാൻ പറ്റും. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. പണ്ട് ഒരു പയ്യന് സ്കൂളിൽ അസംബ്ലിക്ക് പോകാൻ വേണ്ടി ക്വിസ് ഉണ്ട്. പണ്ട് സ്കൂളിൽ ക്വിസ് നടത്തും. അപ്പോൾ 2 മിനിറ്റ് നിന്ന് ഒരു 3 ചോദ്യം ചോദിക്കണം, ഉത്തരം പറയണം, പോകണം.
റൊട്ടേഷൻ ആയിട്ട് പോകും. അപ്പോൾ ഇവന് സ്റ്റേജ് ഫിയർ കാരണം, ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ഇത് കാരണം അവൻ ആ ദിവസം ലീവ് എടുത്ത് പോവാതിരുന്ന പയ്യനാണ്. കള്ളപ്പനിയും ഉള്ളിയൊക്കെ വെച്ച് കള്ളത്തരം കാണിച്ച് വീട്ടിൽ ഇരുന്ന് പോവാതിരുന്ന പയ്യനാണ്. അവൻ ജീവിതത്തിൽ ഇതേവരെ ഒരു സ്റ്റേജിൽ കയറി ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ ജീവിതത്തിൽ ഇതേവരെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസോ സ്റ്റേജിൽ കയറുന്ന ഒരു പരിപാടിയും പറ്റത്തില്ല അവന്. കാരണം സ്റ്റേജ് ഫിയറും ജഡ്ജ്മെൻറ്റ് ഫിയറും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ മൂലം അവൻ്റെ മണിപ്പൂര ചക്ര ആക്ടിവേറ്റ് ആയതിനു ശേഷം ആ പയ്യൻ്റെ അനിയനും കൂടെ ചേർന്ന് പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായി. സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനുള്ള രീതിയിൽ നീങ്ങുന്നുണ്ട്. ഓൺട്രപ്രന്യൂറായി. ഇപ്പം നമ്മുടെ പോഡ്കാസ്റ്റ് 10,000 പേര് കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചത് ഞാൻ ഇവിടെ ഇരുന്ന് പറയുകയാണ്, ഞാൻ ഇത് മണിപ്പൂര ഓപ്പൺ ആക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ്. എന്നെ ഇപ്പോൾ ആര് ജഡ്ജ് ചെയ്താലും എനിക്കിത് അറിയാൻ പറ്റത്തില്ല. ജഡ്ജ് ചെയ്താൽ എന്നെ അത് ഏക്കത്തില്ല. എനിക്ക് സ്റ്റേജ് ഫിയർ ഇല്ല. ഞാനിപ്പം ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഞാൻ അങ്ങോട്ട് പോയി അയ്യോ അന്നൊന്നും ഞാൻ ചെയ്തില്ലല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വെറും ഒരു ടെക്നിക്കാണ്. നമ്മളിപ്പം ചില കാറിൽ ചില കാര്യങ്ങൾ വർക്ക് ആവാത്തപ്പോൾ നമ്മൾ ചില വയറ് കൂട്ടി മുട്ടിക്കുമ്പോൾ അവർ ലൈറ്റ് കത്തൂലേ, അതുപോലെ ജസ്റ്റ് ഒരു മെഷീൻ മാത്രമാണെന്നും ആ മെഷീൻ്റെ സർക്യൂട്ട് ബോർഡാണ് ഞാൻ നിങ്ങൾക്ക് ഇത്രയും നേരം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ ഇപ്പോൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും 50% എഫേർട്ടും 350% കോൺഫിഡൻസുമാണ് ഞാൻ. അത് വെച്ചാണ് ഞാൻ ഈ കാണിക്കുന്ന മൊത്തം ചെയ്യുന്നത്. എനിക്ക് വേറെ എക്സ്ട്രാ കഴിവുകളോ വേറെ കാര്യങ്ങളോ എല്ലാം കുറവാണ്. പക്ഷേ കോൺഫിഡൻസ്, എവിടെ പോയും എന്തും ചെയ്യാനുള്ള കോൺഫിഡൻസ് ആണ്. എനിക്ക് നോ ചിന്തിക്കാൻ പറ്റൂല. അതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബിലീവ് മീ, എൻ്റെ ലൈഫ്, എന്നെപ്പോലെ ഒരു ഫെയിലിയറിൻ്റെ ലൈഫ് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഇഫ് യു ആർ സീയിങ്, നിങ്ങൾക്കൊക്കെ അപ്പം എന്തുമാത്രം മാറ്റാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ട് മണിപ്പൂര ചക്ര ഓണാക്കി തുടങ്ങിക്കോളൂ. ഇപ്പോഴേ ഓണാക്കിയാൽ 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കിട്ടി തുടങ്ങും. 2 വർഷം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 40 വയസ്സൊക്കെ ആയിട്ട് പിന്നെ കിട്ടി തുടങ്ങത്തുള്ളൂ. സോ ഗൈസ്, നമ്മൾ ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് ബ്രേക്ക് ചെയ്യില്ലേ? നമുക്ക് ചാക്ര സിസ്റ്റത്തിൻ്റെ പകുതി വരെ എന്ന് പറഞ്ഞാൽ പകുതി വരെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഹാഫ് വേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ സേക്രഡ് മാപ്പിൻ്റെ ഇവിടം തൊട്ട് ഇനിയും ഡിഫറൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അൺലോക്കിംഗ് ദ വിൽ പവർ അൺലോക്ക് ചെയ്തു, തിങ്സ് ചേഞ്ച് ചെയ്തു. ഇനിയും നമുക്ക് പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമുക്ക് ആർക്കും വേണമെങ്കിലും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ മൂലാധാര ചക്ര ഈസ് അബൌട്ട് ഫീലിംഗ് സേഫ്റ്റി, നമ്മളുടെ സർവൈവൽ സേഫ്റ്റിയൊക്കെയാണ്. സ്വാധിഷ്ഠാന ചക്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസിങ്ങും ഫീലിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ടുള്ള, അതും ഹ്യൂമൻലി ആയിട്ടുള്ള സാധനങ്ങളാണ്, ഫിസിക്കൽ സാധനങ്ങളാണ്. അത് കഴിഞ്ഞ് മണിപ്പൂര ചക്ര എന്ന് പറഞ്ഞാൽ ലൈഫിൻ്റെ കൺട്രോൾ എടുക്കുക, ഞാനത് വെട്ടിപ്പിടിക്കുക, ഞാനത് നേടുക, അതും ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളും മനുഷ്യൻ്റെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുമാണ്. ഈ 3 സാധനങ്ങളും ഫൗണ്ടേഷൻസ് ആണ്. ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞ പോലെ ABCD പഠിച്ചു, ലെറ്റേഴ്സ് ഫോം ചെയ്യാൻ പഠിച്ചു, അതുപോലെ തന്നെ നമ്മൾ സെൻറ്റൻസുകൾ എഴുതാൻ പഠിച്ചു. ഈ 3 കാര്യങ്ങൾ നമ്മൾ സ്റ്റേബിളായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ പിന്നെ കുറച്ച് മാജിക്കുകൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അത് സർവൈവലും അല്ല, ഇമോഷനും അല്ല, അത് ബിഗ് ആക്ഷൻസ് എടുക്കുന്നതും അല്ല. എന്ന് പറഞ്ഞാൽ ഇത് അതിനെക്കാട്ടിയും വളരെ ഡീപ്പറായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. നമ്മൾ റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നതും നമ്മൾ സത്യം എന്താണെന്ന് തിരിച്ചറിയുന്നതും ബാക്കിയുള്ളവരെന്താ അങ്ങനെ ഈ പൊട്ടൻ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോൾ അവൻ്റെ ലെൻസിൽ നിന്ന് അവൻ്റെ സത്യം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രാൻസ്ഫർമേഷൻസ് നിങ്ങൾക്ക് വന്നിരിക്കാം അടുത്ത ചക്ര വരുന്നത് പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇനിയും സോളുകളെ പറ്റിയും കോൺഷ്യസ്നെസ്സിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയുങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് തുടങ്ങുന്നത് ഹാർട്ട് ചക്രയിൽ വെച്ചാണ്. അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. അടുത്ത എപ്പിസോഡിനെ പറ്റി നിങ്ങൾ കേൾക്കണമെങ്കിൽ കുറച്ച് റെഡി ആയിരിക്കണം. അത് എന്താ പറയുന്നത്, വേണമെങ്കിൽ ഈ എപ്പിസോഡ് ഒന്നും കൂടെ റീവാച്ച് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക, ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അപ്പം പ്രിപ്പയർ യുവർ സെൽഫ്. അടുത്ത എപ്പിസോഡിന് ഒരു ടാഗ് ലൈൻ ഉണ്ടെങ്കിൽ അത് ഞാൻ കൊടുക്കുക. വുഡ് ബി റിയാലിറ്റി ഷിഫ്റ്റിംഗ് ആയിരിക്കും അടുത്ത എപ്പിസോഡ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പോഡ്കാസ്റ്റ് നിർത്തുന്നു. പാർട്ട് 2 ഇതിൻ്റെ ജസ്റ്റ് കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതായിരിക്കും. So guys, Sri here. Talk to you guys later. Yeah, Sri here. Bye.